ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷ അല്ലെ 2025 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയിൽ നമ്മളൊരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയിരിക്കും എന്നൊരു ഉറപ്പിൻ്റെ മുകളിൽ തുടങ്ങിയിട്ടുള്ളൊരു കോഴ്സാണ് അല്ലേ? അല്ലടാ, അങ്ങനെയല്ലേ നിങ്ങൾ ഓരോ ക്ലാസ്സും കാണുന്നേ? അങ്ങനെയല്ലേ നിങ്ങൾ ഓരോ പരീക്ഷകൾ എഴുതുന്നത്? അങ്ങനെയല്ലേ നിങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്യുന്നത്? അങ്ങനെയല്ലേ നിങ്ങൾ പ്ലാൻസ് നടപ്പിലാക്കുന്നത്? അല്ലേ? നമ്മുടെ മനസ്സിലുള്ള ഡ്രീം സെറ്റാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ബട്ട് ഡ്രീം സെറ്റ് അല്ലാത്തല്ലെങ്കിൽ ഡ്രീമിൽ നിന്ന് എപ്പോഴെങ്കിലും വ്യതിചരിക്കണം തോന്നുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് കൃത്യമായി ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴത്തേക്ക് എന്നെ വിളിക്കാം. 5-നും 7-നും ഇടയ്ക്ക് നിങ്ങളെ വിളിക്കാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, കൈ പിടിച്ച് കൂടെ കൊണ്ടുപോകും, ഒരു സംശയ കാര്യത്തിന് വേണ്ട. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിത് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്തെടുക്കണം മക്കളെ. അതായത് 2021 നടന്ന പരീക്ഷയിൽ ജോലി കിട്ടാതെ പോയ കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ജില്ല സെലക്ഷൻ കൊണ്ടോ ഒക്കെ പല കാരണങ്ങളാൽ നന്നായിട്ട് പഠിച്ചിട്ട് ജോലി കിട്ടാതെ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് ജില്ലയാവട്ടെ നിങ്ങൾ ചൂസ് ചെയ്ത്, നിങ്ങൾ ചൂസ് ചെയ്ത ജില്ലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യ റാങ്ക് എനിക്ക് വേണമെന്ന് ഉറപ്പിൽ പഠിച്ചാൽ മാത്രം മതി. ആദ്യ ഒരു 10-നുള്ളിൽ നമ്മളെത്തും, ഉറപ്പാണ്. കാരണം അത്രയ്ക്കുള്ള മത്സരം സഹകരിക്കാത്തുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് 10 റാങ്ക് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അങ്ങനെ പഠിക്കുക, ആ മൈൻഡ് സെറ്റ് പഠിക്കുക. ഇതാണ് വിജയം, ഇതാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇനി ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ പരീക്ഷ എഴുത്താണ്. പരീക്ഷ എഴുത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ, എത്ര തവണ കൂടുതൽ എക്സാമിനേഷൻ എഴുതുന്നോ, എത്ര തവണ കൂടുതൽ റിവൈസ് പ്രാക്ടീസ് ചെയ്യുന്നോ, അത്രയും ചാൻസ് കൂടി നിങ്ങൾക്ക് 1-ാം റാങ്കിലേക്ക് എത്താനായിട്ട്. അതായത് നിങ്ങളുടെ മിടുക്കൊന്നുമല്ല ഇവിടെ അളക്കപ്പെടുന്നത്. നിങ്ങളെ മിടുക്കിനെ അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ എന്തെങ്കിലും ഒരു ഇനബിലിറ്റി ഉണ്ടെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗ്ഗമാണ് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും അല്ലേ? ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കുക, ഇപ്പോൾ നിങ്ങൾ ക്ലാസിൻ്റെ എണ്ണം കൂട്ടുകയാണ് ഞാൻ. കാര്യം എന്താ, നമുക്ക് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഡ്രോട്ട് ബീഡ്സും അതുപോലെ ഡ്യുവൽ പർപ്പസും ഒറ്റ ക്ലാസ് ആയിരുന്നു മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇത് അതുപോരാ, ഡ്രോട്ട് ബീഡ്സ് മാത്രം 4 ഉണ്ടല്ലേ? അപ്പോൾ ഈ 4 കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യണം. അതിനോടൊപ്പം കുറേ അഡീഷണൽ പോയിന്റ്സ് പഠിക്കണം. പിന്നെയും 10-20 ചോദ്യങ്ങൾ എക്സ്ട്രാ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതെല്ലാം കൂടെ വരുമ്പോൾ 2 ക്ലാസ്സായി പോയതാണ്. അപ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് എന്താ പറയുക, ഒരു തെളിനീര് പോലെയുള്ളൊരു നോളജാണ് നമുക്ക് അവസാനം ഉണ്ടായി വരേണ്ടത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പരീക്ഷ റിപ്പീറ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. റിവൈസ് റിപ്പീറ്റ് അഗെയിൻ ടിൽ യു സക്സീഡ്. ഇതായിരിക്കണം സഹകാരി റൈസ് പ്ലസിന്റെ കുട്ടികളുടെ വിജയമന്ത്രം. അതാണെന്നുണ്ടെങ്കിൽ 14 ജില്ലകളിലും അതുപോലെ ഇതിന്റെ കൂടെ വിളിച്ചിരിക്കുന്ന മറ്റ് 2 കാറ്റഗറികളിലും എല്ലാ റാങ്ക് ലിസ്റ്റിലും സഹകാരിയുടെ ചുണക്കുട്ടികൾ 1-ാം റാങ്കിൽ ഇരിക്കുന്ന സിറ്റുവേഷൻ വരും. അതിലേക്കാണ് നമ്മൾ ഒരു ശ്രദ്ധ തിരിക്കേണ്ടത്. അതുപോലെ ആ ഒരു റാങ്ക് 1-ാം റാങ്ക് നിങ്ങൾക്കാണെന്ന് ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ നോക്കാം നമുക്ക് ഡ്രോട്ട് ബ്രീഡ്സ് അല്ലേ? ഡ്രോട്ട് ബ്രീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ് ഡ്രോട്ട് ബ്രീഡ്സ്. എന്താ മക്കളെ, എന്താണ് നമ്മൾ പണ്ട് ബ്രീഡ്സ് പഠിച്ചപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടുള്ള ഭാഗമായിരിക്കും ബ്രീഡ്സിൻ്റെ അല്ലേ? കാര്യം എന്താ, എല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരുപോലെ ഇരിക്കും. അതല്ലേ പ്രശ്നം? അതാണ് ബ്രീഡ്സ് പഠിക്കുമ്പോൾ എല്ലാ ഉദ്യോഗത്തിലും പ്രശ്നം എന്നാണ്. അയ്യോ ആ പേര് അത് ഇങ്ങനെ ഓർത്ത് വയ്ക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഒറിജിൻ ഇങ്ങനെ ഓർത്ത് വെക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ എങ്ങനെ ഓർത്ത് വയ്ക്കും. നിങ്ങൾ എല്ലാ ക്യാരക്ടറൊന്നും പഠിക്കണ്ട. ചോദ്യം ചോദിക്കുന്ന ഏത് ക്യാരക്ടറാണെന്ന് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ വ്യത്യാസമുള്ള ക്യാരക്ടർ മാത്രമേ ചോദ്യം ചോദിക്കത്തുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നു മനസ്സിലാക്കണം. ഡ്രോട്ട് ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്കും PSCക്ക് അത്ര കണ്ട് ഇഷ്ടമുള്ള ഏരിയ ആണെന്ന് തോന്നിയാൽ അത്ര അല്ല. നോക്കാം, 2021 നമ്മുടെ കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ലെവൽ എക്സാമിനേഷനിൽ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, സെലക്ട് ഡ്രോട്ട് പർപ്പസ് ബ്രീഡ് ഫ്രം ബിലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ അവിടെ കയറി ഇരിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാത്ത ഒരാളിന് കാങ്കറേജ് ഡ്യുവൽ പർപ്പസ് ആണെന്ന് അറിയാൻ പറ്റും. കാരണം കാങ്കറേജ് അത്യാവശ്യം നമ്മൾ ഒരുപാട് പോയിന്റ്സ് പഠിക്കുന്നതാണ്. കുറച്ച് ഓർമ്മ കിട്ടും. കങ്കായവും കാങ്കറയും ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹരിയാന താർപാർക്കർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതാണോ എന്നും കൂടെ ഒരു തവണ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ നിലയ്ക്ക് പോയി തെറ്റിപ്പോയ ക്വസ്റ്റ്യനാണ് പിള്ളേർക്കിത്. പലർക്കും കൃത്യമായ പ്രാക്ടീസ് കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാമായിരുന്നിട്ടും 2021 തെറ്റിപ്പോയ ഒരു ചോദ്യമാണിത്. സെലക്ട് ദ ഡ്രോട്ട് പർപ്പസ് ബ്രീഡ് ഫ്രം ബിലോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പക്ഷേ എന്താണ് ഉത്തരം നമുക്കറിയാം, കങ്കായമാണ്. അതുപോലെ കങ്കായവും ഹല്ലികാറും ഒക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഡ്രോട്ട് ബ്രീഡ്സ് നമുക്കറിയാം. പക്ഷേ കാങ്കറേജ് താർപാർക്കർ ഹരിയാന ഒരിക്കലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരിക്കലും മിൽച്ച് ബ്രീഡ്സ് തന്നിട്ട് ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്യില്ല. കാരണം മിൽച്ച് ബ്രീഡ്സ് കുറച്ചുകൂടെ ഫെമിലിയർ എല്ലാവർക്കും അല്ലേ? ഡ്യുവലും ഡ്രോട്ടും വരുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ആദ്യം വരുന്ന ബ്രീഡ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞ് പറയുന്ന സമയമാണ് ഈ പറഞ്ഞ ഡ്രോട്ട് പർപ്പസ്. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അതുകൊണ്ടാണ് പലർക്കും തെറ്റിപ്പോയത്. ഇനി നോക്കാം, മിൽച്ച് ബ്രീഡ് ഓഫ് കൗ. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മിൽച്ച് ബ്രീഡ് ഏതാണെന്നുള്ള കാര്യം നോക്കാം. കങ്കായ തന്നിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. 2015 ചോദിച്ച ചോദ്യം കേട്ടോ. 2015 ഇത് നമ്മുടെ 2015 നമ്മുടെ ലാബസ്റ്റിൻ്റെ പരീക്ഷ ചോദിച്ചു. ലാബസ്റ്റിൻ്റെ എല്ലാം നമ്മുടെ ഇൻസ്ട്രക്ടർ എക്സാമിനേഷൻ ചോദിച്ചതാണ്, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ.
എ മിൽച്ച് ബ്രീഡ് ഓഫ് കാവു, കങ്കായം, ജേഴ്സി, ഹല്ലിഗർ, അമൃതമഹൽ. എല്ലാവരും എഴുതും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ജേഴ്സി. ഇവിടെ ഈ വരുമ്പോഴത്തേക്കാണ് സംശയം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മേഖല പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെയും കിട്ടുന്നു 1 മാർക്ക് ഉറപ്പിക്കാം. പിന്നെ നിങ്ങൾ ആ 1 മാർക്ക് കുറച്ച് ബാക്കി പഠിച്ചാൽ മതി. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്ന 1 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടേ? കൃത്യമായിട്ട് ഈ ക്ലാസ് കേൾക്കുക. ക്ലാസ് കേൾക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കാണുക അല്ലെങ്കിൽ കേൾക്കുക. ചിലർക്ക് ഇരുന്ന് കാണാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇരുന്ന് കാണാൻ കിട്ടുന്നതിനെ കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യുന്ന സമയമായിരിക്കും. രാവിലെ കുക്ക് ചെയ്യുന്നു, ക്ലാസ് ഇട്ടിട്ട് കുക്ക് ചെയ്യടേ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആരും ഒന്നും കേൾക്കുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഹെഡ്സെറ്റ് കഴിയുമെങ്കിൽ ഹെഡ്സെറ്റ് മേടിച്ച് ചെവിയിൽ വെക്കുക, അല്ലെങ്കിൽ ഉറച്ചിട്ട് കേൾക്ക്. എവിടെയെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ ക്ലിക്കാവും പിള്ളേരെ. ആ ക്ലിക്കാവുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ചരിത്രമായിട്ട് മാറും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, അത്രേ ഉള്ളൂ. ആ ചരിത്രത്തിലെത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളെ ജോലിയിലേക്ക് 1 മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് നേടിത്തരിക. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം എപ്പോഴും നമുക്ക് ഈ ജോലിയെക്കുറിച്ചുള്ള സ്വപ്നമായിരിക്കണം നമ്മുടെ മനസ്സിൽ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക, ബാക്കി പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഡ്യുവൽ പർപ്പസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞായിരുന്നു. ഇവിടെയും നമുക്കൊരു ഏകദേശം 6 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലും നമുക്ക് ഒത്തിരി ബ്രീഡ്സ് ഉണ്ട്. അതൊന്നും നമ്മുടെ ടെക്സ്റ്റിലില്ല. പക്ഷേ എന്നാൽ കൂടിയും നമ്മുടെ ടൈപ്പ് 3 ക്ലാസിഫിക്കേഷൻ നോക്കാം. ഈ ടൈപ്പ് 3 ക്ലാസിഫിക്കേഷനിൽ വരുന്ന അനിമൽസിനെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് എന്താണ്? ഹല്ലിഗാർ. 2 അമൃതമഹൽ. അടുത്ത എന്താണ്? കങ്കായം. ഇങ്ങനെ 3 ബ്രീഡ്സ് ആണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. ഓൾ ദീസ് 3 ബ്രീഡ്സ് കംസ് അണ്ടർ എന്താ? ടൈപ്പ് 3 ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? ഹല്ലിഗാർ, അമൃതമഹൽ, ഖില്ലാരി, ബർഗൂർ ആൻഡ് കങ്കായം ബ്രീഡ്സ് ആർ മൈസൂർ ടൈപ്പ് ഓഫ് ഡ്രോട്ട് കാറ്റിൽ. അതായത് ടൈപ്പ് 3യുടെ പേര് തന്നെ മൈസൂർ ടൈപ്പ് എന്നാണ് കേട്ടോ. മൈസൂർ ടൈപ്പ്. ഈ ക്ലാസിഫിക്കേഷൻ പറയുന്ന പേരെന്താണ്? മൈസൂർ ടൈപ്പ്. അപ്പോൾ ഈ മൈസൂർ ടൈപ്പിൽ വരുന്ന, പ്രത്യേകിച്ച് നമുക്ക് ബ്രീഡ്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മൈസൂർ ടൈപ്പിൽ ബ്രീഡ്സിൽ വരുന്ന ബ്രീഡ്സിനെ മാത്രമേ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഹല്ലിഗാർ, അമൃതമഹൽ, ഖിലാരി, ബർഗൂർ ആൻഡ് കങ്കായം ഇത്രയാണ് മൈസൂർ ടൈപ്പിൽ വരുന്നതെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം, നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കാണിച്ചതില്ലേ, അതുപോലെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളതെല്ലാം വലിച്ചൊരു പഠിക്കേണ്ട, ആവശ്യമുള്ളത് വരെ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുള്ളൂ. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ എന്താണ്? മൈസൂർ ടൈപ്പ് ഓഫ് ഡ്രോട്ട് കാറ്റിലാണ് വേല. എന്താണ്? മൈസൂർ ടൈപ്പ് ഓഫ് ഡ്രോട്ട് കാറ്റിൽ. ദേ ആർ വെരി ഹാർഡി ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഫാസ്റ്റ് റോഡ് ട്രാൻസ്പോർട്ട് അല്ലേ? വളരെ വേഗത്തിലുള്ള റോഡ് ട്രാൻസ്പോർട്ടിനെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ മൈസൂർ ബ്രീഡിൽ, അല്ലെങ്കിൽ മൈസൂർ ബ്രീഡിലെ മൈസൂർ ഗ്രൂപ്പിൽ വരുന്നത്. ഇപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഡ്രോട്ട് പർപ്പസ് ബ്രീഡ്സിനെയും അതുപോലെ ഡ്യുവൽ പർപ്പസ് ബ്രീഡിനെയും വ്യത്യസ്തമായിട്ട് ക്ലാസിഫിക്കേഷനിലേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഏകദേശം 50 കാറ്റൽ ബ്രീഡ്സ് ഉണ്ട്. അതിൽ ഡ്രോട്ട് പർപ്പസ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡ്യുവൽ ഉണ്ട്, മിൽച്ച് ഉണ്ട്. അതിൽ ഡ്രോട്ടിനെയും ഡ്യുവലിനെയും പിന്നെയും ക്ലാസിഫിക്കേഷൻ പല ടൈപ്പായിട്ട്, അതിലൊരു ടൈപ്പാണ് ടൈപ്പ് 3. ഏത്? ഡ്രോട്ടിന്റെ ക്ലാസിഫിക്കേഷനിലെ ഒരു ടൈപ്പാണ് ടൈപ്പ് 3. ആ ടൈപ്പ് 3യുടെ മറ്റൊരു പേര് മൈസൂർ ടൈപ്പ് ഓഫ് ബ്രീഡ്സ്. മൈസൂർ ടൈപ്പ് ഓഫ് ബ്രീഡ്സ്. നിങ്ങൾ അയർ ഷേപ്പ്ഡ് ഗ്രേ ക്യാറ്റിൽ കണ്ടില്ലേ? അയർ ഷേപ്പ്ഡ് ഹോണുള്ള ഗ്രേ ക്യാറ്റിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് പഠിച്ചില്ലേ? നേരത്തെ കഴിഞ്ഞ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ ഉദാഹരണം ഏതായിരുന്നു അന്നത്തെ ചോദ്യം അല്ലേ? അതിന്റെ ഉത്തരം ഏതായിരുന്നു? കാങ്കറേജ് ആയിരുന്നു അതിന്റെ ഉത്തരം. അയർ ഷേപ്പ്ഡ് ഹോൺ കാങ്കറേജിന് ഉള്ളത് കൊണ്ട് നമ്മളത് എഴുതി. പക്ഷേ താർപാർക്കറും അതിനകത്ത് വരുന്ന ഗ്രൂപ്പാണ് അല്ലേ? താർപാർക്കർ എന്താണ്? അയർ ഷേപ്പ്ഡ് ഗ്രേ ക്യാറ്റിനകത്ത് വരുന്ന ഗ്രൂപ്പിൽ വരുന്ന അനിമലാണെന്ന് മനസ്സിലാക്കുക. അതേപോലുള്ള ക്ലാസിഫിക്കേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് 3. അതിനകത്ത് ഏതൊക്കെ വരുന്നു? ഹല്ലിഗാർ വരുന്നു, അമൃതമഹൽ വരുന്നു, ഖിലാരി വരുന്നു, ബർഗൂർ വരുന്നു ആൻഡ് കങ്കയം വരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഹല്ലിഗാർ, അമൃതമഹൽ ആൻഡ് കങ്കയം. നമുക്കറിയാം കൗസാർ പോർ മിൽക്കേഴ്സ്, അതുകൊണ്ടാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത് ഡ്രോട്ട് പർപ്പസ് ബ്രീഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ആനിമൽസ് ആർ എന്താണ്? ഭയങ്കര ഹാർഡി ആയിട്ടുള്ള, കുതിര പോലെ നല്ല പവർഫുൾ ആയിട്ടുള്ള ആനിമൽസ് ആണ് ആര്? ഇതിനകത്ത് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹല്ലിഗാർ നോക്കാം. ഹല്ലിഗാർ അല്ലേ? ഹല്ലിഗാർ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാം, ഒറിജിൻ കർണാടക. ആദ്യമായിട്ട് നമ്മുടെയൊക്കെ ഒരു സമയത്ത് ഈ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കുന്ന 7ാം ക്ലാസ്സിലാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ 7ാം ക്ലാസ്സിൽ ഹല്ലിഗാർ ക്യാറ്റിൽ എന്നുള്ള സംഭവം എനിക്കൊന്ന് സയൻസിലാണെന്ന് തോന്നുന്നു. നമുക്ക് സയൻസിലെ സാമൂഹിക പഠനത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഹല്ലിഗാർ. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ വട്ടപ്പേര് ഹല്ലിഗാർ എന്നായിരുന്നു കേട്ടോ. ഈ ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരാളിനെ എന്തോ ഒരു വട്ടപ്പെട്ട് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവൻ കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് എന്നെ വിളിച്ചു, ഹല്ലിഗാർ എന്ന് വിളിച്ചു. അതെനിക്കെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ഹല്ലിഗാറിന്റെ ഒറിജിൻ എന്താണ്? കർണാടക എന്നാണ്. കർണാടകയാണല്ലേ? എന്താണ്? കർണാടകയാണ്. മറ്റൊരു പേരുണ്ട്, സിനോണിം. ഞാൻ അവിടെ നോട്ട് ചെയ്യാൻ വിട്ടുകയാണ്. സിനോണിം മൈസൂർ ബ്രീഡ് എന്നാണ്. എന്താണ്?
മൈസൂർ ബ്രീഡ് എന്നൊരു സിനോണിം കൂടി ആർക്കുണ്ട്? ഹല്ലികാറിനുണ്ട്. ഇത് എന്ത് ഗ്രൂപ്പിൽ പെടുന്നതാണ്ടാ? എന്താ മൈസൂർ ടൈപ്പിൽ വരുന്നതാണല്ലേ? മൈസൂർ ടൈപ്പിൽ വരുന്ന ബ്രീഡാണ്. അപ്പോൾ അതിന് മറ്റൊരു പേര് സിനോണിം എന്നുണ്ട്, മൈസൂർ ബ്രീഡ് എന്ന് പറയുന്ന സിനോണിം കൂടി അതിനകത്തുണ്ട്. ഒറിജിൻ കർണാടകത്തിലല്ലേ മക്കളെ മൈസൂർ, അറിയാലോ. അപ്പോൾ കളർ നോക്കാം. ലൈറ്റ് ഗ്രേ ടു ഡാർക്ക് ഗ്രേ. ഇവിടെ ഒരു വൈറ്റ് കളറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ ഗ്രേ കളറാണ് കേട്ടോ ആക്ച്വലി. ലൈറ്റ് ഗ്രേ ടു ബ്ലാക്ക് ഗ്രേ. അപ്പോൾ ഗ്രേ അനിമലിന്റെ പടം കിട്ടാനുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ഞാൻ ഗ്രേ അനിമലിന്റെ പടം വെക്കാത്തത് ഇവിടെ കൃത്യമായിട്ട് സ്വീപ്പിംഗ് ഹോൺ അല്ലെ, ഇതിനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സ്വീപ്പിംഗ് ഹോൺ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചിത്രം തന്നെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, ലൈറ്റ് ഗ്രേ ടു ഡാർക്ക് ഗ്രേ ആണ് ഇതിന്റെ കളറ്. വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്യൂട്ടബിൾ ഫോർ റോഡ് ആൻഡ് ഫീൽഡ് വർക്ക്. എല്ലാ പണിക്കും കൊള്ളാം, നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇനി എന്താ ക്യാരക്ടേഴ്സ് നോക്കാം. മീഡിയം സൈസ്ഡ് അനിമൽസ് ആണ്. എന്താണ്? മീഡിയം സൈസ്ഡ്. കാണാതെ പഠിക്കണ്ട, കുഴപ്പമില്ല. ലോങ് കോൺവെക്സ് ഫോർ ഹെഡ്, ഫറൗഡ് ഇൻ ദ മിഡിൽ. കണ്ടോ? കോൺവെക്സ് ആയിട്ടുള്ള ലോങ് ഫോർഹെഡ് ആണ്. എന്താ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ? പുറമേക്ക് തള്ളിയിരിക്കുന്ന. കണ്ടോ? നെറ്റ് കണ്ടാൽ അറിയാം അല്ലെ, ഇങ്ങോട്ട് മുകളിലോട്ട് തള്ളലുണ്ട്. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഫോർഹെഡ് ആണ് ഇതിന്റെ പ്രത്യേകത. ഫറൗഡ് ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നടുക്കൊരു കുഴിയുണ്ട് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ ഉയർന്നിരിക്കുന്ന ലോങ് ആയിട്ടുള്ള ഫോർഹെഡ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ്. ലോങ് കോൺവെക്സ് ഫോർഹെഡ്, ഫറൗഡ് ഇൻ ദ മിഡിൽ. അതുപോലെ ലോങ് ഹോൺസ് വിത്ത് ഗ്രേസ്ഫുൾ സ്വീപ്പ്, അല്ലെങ്കിൽ സ്വീപ്പിംഗ് ഹോൺസ്, അല്ലെങ്കിൽ കർവിങ് അപ് ടു ടെർമിനേറ്റ് ഇൻ ഷാർപ്പ് പോയിന്റ്സ്. സൂചിക്കൊമ്പ് എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ്? സൂചിക്കൊമ്പ്. കണ്ടോ? ഒരു ചൂല് പോലെ കണ്ടോ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നില്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതും ചോദ്യമാണ്, ഹല്ലികാറിന്റെ ചോദ്യമാണ്. ലോങ് ഹോൺസ്, അത്യാവശ്യം നല്ല നീളമുള്ള കൊമ്പുകളായിരിക്കും. അതുപോലെ വിത്ത് ഗ്രേസ്ഫുൾ സ്വീപ്പ് അല്ലേ? യെസ്. അതേപോലെ അതിനെ സ്വീപ്പിംഗ് ഹോൺ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ കർവിങ് അപ് ടു ടെർമിനേറ്റ് ഇൻ ഷാർപ്പ് പോയിന്റ്സ്, മുകളിലേക്ക് കർവ് ചെയ്ത് ഷാർപ്പ് പോയിന്റിൽ ടെർമിനേറ്റ് ചെയ്യും. ഒരു കുത്ത് കിട്ടിയാൽ പൊത്ത് പള്ള അപ്പുറത്ത് വരും. ഇതാണ് ഹല്ലികാറിന്റെ പ്രത്യേകത. മറന്നുപോകും. ഇനി ഈ പടം മനസ്സിലുണ്ടെങ്കിൽ മറന്നു പോകത്തില്ല. എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട ക്യാരക്ടർ? ലോങ് കോൺവെക്സ് ഫോർഹെഡ്, ഫറൗഡ് ഇൻ ദ മിഡിൽ. ലോങ് കോൺവെക്സ് ആയിട്ടുള്ള ഫോർഹെഡ് ആണ്. ഒന്ന് ഉറച്ചു പറയടാ, കൂടെ പറ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വളരെ കാലത്തിന് ശേഷം ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം തന്നെ പഠിച്ചു പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്തായാലും നിങ്ങളുടെ ഇരിക്കല്ലേ? ഫോണ് DND ഇട്ടിട്ടില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. എന്തായാലും നിങ്ങളോട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ സമയം തന്നെ പഠിച്ചു പോകാം നമുക്ക്. ഹല്ലികാറിന്റെ പ്രത്യേകത, ഒറിജിൻ കർണാടക. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 കർണാടക. ഇമ്പോർട്ടൻസ് നമ്പർ 1. ഇമ്പോർട്ടൻസ് നമ്പർ 2 സിനോണിം മൈസൂർ ബ്രീഡ് അല്ലെ. അടുത്ത എന്താണ്? ഇമ്പോർട്ടൻസ് നമ്പർ 3 എന്താണ്? ലോങ് കോൺവെക്സ് ഫോർഹെഡ്, ഫറൗഡ് ഇൻ ദ മിഡിൽ. ഇമ്പോർട്ടൻസ് നമ്പർ 3. ഇമ്പോർട്ടൻസ് നമ്പർ 4 എന്താ? ഇതൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. 3 തന്നെയാണ് ഇത് വരുന്നത്. ലോങ് ഹോൺസ് അല്ലേ? ലോങ് ഹോൺസ്, ഗ്രേസ്ഫുൾ സ്വീപ്പ് അല്ലെങ്കിൽ സ്വീപ്പിംഗ് ഹോൺസ് ഒക്കെ പറഞ്ഞാൽ എന്താണ്? ഹല്ലികാർ എന്നൊരൊറ്റ കണ്ണും പൂട്ടി നിങ്ങൾ ഉത്തരം പറഞ്ഞേക്കണം. സ്വീപ്പിംഗ് ഹോൺ എന്ന് കേട്ടാൽ അപ്പ പറയണ ഹല്ലികാറാണെന്ന്, വേറെ ഒന്നിനുമില്ല. സ്വീപ്പിംഗ് ഹോൺ എന്ന് പറഞ്ഞാൽ ഹല്ലികാറാണെന്ന് പറഞ്ഞിരിക്കണം. ലോങ് കോൺവെക്സ് ഫോർഹെഡ്, ഫറൗഡ് ഇൻ ദ മിഡിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ പിന്നെ ചിലപ്പോൾ സംശയം തോന്നാം. പക്ഷേ സ്വീപ്പിംഗ് ഹോൺ പറഞ്ഞാൽ ഹല്ലികാർ എന്ന് കണ്ണും പൂട്ടി ഏതുറക്കത്തിൽ ചോദിച്ചാൽ ഹല്ലികാർ. കണ്ടോ? ഈ 2 പേര് തന്നെ ഉണ്ടോ? കണ്ടോ? 2 കൊമ്പ് കണ്ടില്ലടാ? കൊമ്പ് കണ്ടില്ല നിങ്ങള്? ഇനി മറക്കോ? ഹല്ലികാർ. ഇതേപോലെ 2 എല്ലില്ലേ അതിനകത്താ? യെസ്. സ്വീപ്പിംഗ് ഹോൺ എന്താണ്? ഹല്ലികാർ. മറക്കോ? ഇനി ചോദ്യമാണ്, ഒരു മാർക്കാണ്, മറക്കല്ലേ കേട്ടാ. ഇനി നോക്കാം, കോമ്പാക്ട് ആൻഡ് മസ്കുലാർ ബോഡി. ഇത്രയും കാര്യങ്ങൾ ഹല്ലികാർ പഠിക്കാനുള്ളത്. നോക്കാം. എന്താ മക്കളെ? ഒറിജിൻ കർണാടകയാണ്. സിനോണിം മൈസൂർ ബ്രീഡ് എന്നാണ്. കളർ ലൈറ്റ് ഗ്രേ ടു ഡാർക്ക് ഗ്രേ ആണ്. വർക്ക് നമുക്കറിയാം, കുഴപ്പമില്ല. ക്യാരക്ടർ ഇതൊന്നും കുഴപ്പമില്ല, കൃത്യമായി പഠിച്ചിരിക്കുക. ലോങ് കോൺവെക്സ് ഫോർഹെഡ്, ഫറൗഡ് ഇൻ ദ മിഡിൽ എന്ന് പഠിച്ചിരിക്കുക. അതുപോലെ എന്താണ്? ലോങ് ഹോൺസ് വിത്ത് ഗ്രേസ്ഫുൾ സ്വീപ്പ് അല്ലെ, അല്ലെങ്കിൽ സ്വീപ്പി ഹോൺ എന്ന് പറഞ്ഞാൽ ഹല്ലികാറാണെന്ന് പഠിച്ചിട്ടേ പോകാവൂ. ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരും. അതങ്ങോട്ട് പഠിച്ചിട്ട് പോയേക്കാം കേട്ടാ. പറഞ്ഞാടല്ല. ഇനി നോക്കാം, കങ്കായം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. എവന്റെ പേര് തന്നെ കങ്കായം. കോയമ്പത്തൂരാണ് അല്ലേ? എന്റെ സ്ഥലം എവിടെയാണ്? കോയമ്പത്തൂരാണ്. എന്താണ്? കോയമ്പത്തൂര്. അപ്പൊ കങ്കായത്തിന്റെ കൊമ്പിനുമുണ്ടൊരു പ്രത്യേകത. ആ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. ഇനി ഇതിന്റെ പ്രത്യേകത ഒന്നും മറക്കത്തില്ല.
പണ്ട് ഇതൊരു എൻ്റെ കഥയല്ല, ഒരു നമ്പൂതിരി ഫലിതത്തിലുള്ള കഥയാണ് കേട്ടോ. പണ്ട് ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ഈ നമ്പൂതിരി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, ആകാംക്ഷയുള്ള നമ്പൂതിരിയാണ്. ഒരു എല്ലാ കാര്യത്തെക്കുറിച്ച് ഭയങ്കര ആകാംക്ഷയാണ് പുള്ളിക്ക്. ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം പുള്ളിയുടെ വീട്ടിൽ എന്ത് ചെയ്തു, 2 കങ്കായം കാളകളെ പഠിച്ചു. കങ്കായം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൊമ്പ് കണ്ടാൽ നല്ല ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കും. കൊമ്പ് കണ്ടില്ലേ, അപ്പുറം ഇപ്പുറം ചേർന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിരിക്കണല്ലേ, അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന. അപ്പോഴത്തേക്കും കുറേ ആൾ ഇങ്ങനെ ഇത് വന്നു, ഇതിനെ കൊണ്ട് ഒഴുകുന്നുണ്ട്, കാര്യമൊക്കെ ശരി തന്നെ. ഒരു ദിവസം ഈ നമ്പൂതിരി പോയിട്ട് ഈ തല എടുത്തിട്ട്, പുള്ളിയുടെ തല എടുത്ത് ഇതിനകത്തുകൂടെ അങ്ങോട്ടും കിട്ടും, ഇങ്ങനെ കിട്ടും. കാള നിൽക്കോ, കാള ഇയാളെയും കൊണ്ട് പോയി പരക്കം മാഞ്ഞ്. അപ്പോൾ വീട്ടിലെ കാര്യസ്ഥനും എല്ലാവരുടെ കാളയെ ഓടിച്ചിട്ട് പിടിച്ച അവസാനം ഒരു വിധത്തിൽ ഇയാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് കാര്യസ്ഥൻ ചോദിക്കുന്നു, എൻ്റെ പൊന്നു നമ്പൂരി, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ഇങ്ങനെയുള്ള ആലോചിക്കാതെ എന്തിലെങ്കിലും പോയി എടുത്തിയാണോ കൊള്ളാമോ? ആലോചിക്കാത്ത പ്രവൃത്തികൾ എന്തിനാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്പൂരി തിരിച്ചു നമ്മളോട്, ഞാൻ ആലോചിക്കാത്തതുണ്ടെന്നുമല്ല, ഇതിനെ കൊണ്ടുവന്നിട്ട് 1.5 വർഷമായിട്ട് ഞാൻ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഇതിൻ്റെ തലയ്ക്കകത്ത് അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്ത് തലയിടാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇത്രയേ ഉള്ളൂ കഥ, സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അതിൻ്റെ തലയിടാൻ പാകത്തിന്. കണ്ട, തിക്ക് ഹോൺസ് വിച്ച് ആൾമോസ്റ്റ് കംപ്ലീറ്റ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ കങ്കായം എന്ന് ഓർത്തിരിക്കുക. എന്താണ് തിക്ക് ഹോൺസ് വിച്ച് ആൾമോസ്റ്റ് കംപ്ലീറ്റ് എ സർക്കിൾ? ഒരു തലയിടാൻ പാകത്തിനുള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ കങ്കായം എന്ന് ഓർത്തിരിക്കുക. മറക്കരുത്. അപ്പൊ ഇതിന്റെ ഒറിജിനാണ് ചോദിക്കാൻ സാധ്യതയുള്ള നമ്പർ 1. എന്താണ്? കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടിലെ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിന് കങ്കായത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. സിനോണിമുണ്ട്. എന്താണ്? കൊങ്കനാട് അല്ലെങ്കിൽ കൊങ്കു എന്നൊക്കെ വിളിക്കും. എന്താണ്? കങ്കനാട് അല്ലെങ്കിൽ കൊങ്കു എന്നൊക്കെ വിളിച്ചാൽ എന്താണ്? കങ്കായം തന്നെയാണ് കേട്ടോ. എന്താണ്? കങ്കനാട് അല്ലെങ്കിൽ കൊങ്കു. ഇത് നമ്മൾ ടെക്സ്റ്റ് ഇല്ലാത്തതാണ്, നമ്മുടെ ICRന്റെ സൈറ്റിൽ നേരത്തെ സിനോണിമാണ്, അതുകൊണ്ട് പഠിക്കാം, ഉറപ്പായിട്ടും പഠിക്കാം. കങ്കനാട് അല്ലെങ്കിൽ കൊങ്കു എന്നൊക്കെ പറഞ്ഞാലാണ് കങ്കായമാണ് കേട്ടോ. അതുപോലെ അതിന്റെ കളർ നോക്കാം. ഗ്രേ വിത്ത് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് മാർക്കിംഗ്സ് ഓൺ ദ ഹെഡ്, നെക്ക്, ഹമ്പ്, ഷോൾഡേഴ്സ് ആൻഡ് ക്വാർട്ടേഴ്സ്. കണ്ടോ, ഗ്രേ ആണ് കളർ വിത്ത് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് മാർക്കിങ്സ്. കണ്ടോ, ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് മാർക്കിങ്സും ഉണ്ട്. കണ്ടോ, ഇതിന്റെ ഓവറോൾ കളർ എന്താണ്? ഗ്രേ അല്ലേ? ആണ്. ഇവിടെയൊക്കെ ഗ്രേ അല്ലേ? ആണ്, ഗ്രേ ആണ്. വിത്ത് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് മാർക്കിങ്സ് ഓൺ ദ ഹെഡ്. കണ്ടോ, തല കറുത്തിരിക്കുകയല്ലേ, നെക്ക് കറുത്തിരിക്കുകയല്ലേ, ഹമ്പ് കറുത്തിരിക്കുകയല്ലേ, ഷോൾഡർ കറുത്തിരിക്കുകയല്ലേ അല്ലേ? അതുപോലെ ക്വാർട്ടേഴ്സ്, ഇത് ഹൈൻ ക്വാർട്ടേഴ്സ്, ഇത് ഫോർ ക്വാർട്ടേഴ്സ് കറുത്തിരിക്കുകയല്ലേ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചിത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഈ കളർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കാരണം ഇത് കങ്കായത്തിന്റെ പെക്കൂലിയർ കളറാണ്. ചിലപ്പോൾ ഇതിന്റെ കറുപ്പിന്റെ ഇന്റൻസിറ്റിയിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ കങ്കായമാകുമ്പോഴത്തേക്കും കളർ ഇതുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ ഈ ക്യാരക്ടർ അവിടെ തന്നെ ഉണ്ടാകും. തിക്ക് ഹോൺസ് വിച്ച് ആൾമോസ്റ്റ് കംപ്ലീറ്റ് എ സർക്കിൾ, വട്ടം പോലെ വളയം പോലെ ഇരിക്കുന്ന ആ തിക്ക് ഹോൺസ് കങ്കായത്തിന്റെ സുപ്രധാനമായ പ്രത്യേകതയാണ്. അപ്പൊ നോക്കാം, ഒറിജിന് വളരെ ഇമ്പോർട്ടന്റ്, തമിഴ്നാട് കോയമ്പത്തൂര്. സിനോണിം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം പുസ്തകത്തിൽ ഇല്ല. അപ്പോൾ കളറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എന്താണ്, ഈ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ താഴെ ഒരു നോട്ടും കൂടെ തന്നിട്ടുണ്ട്. കാവ്സ് ആർ ജനറലി റെഡ് ഇൻ കളർ അറ്റ് ബർത്ത് ആൻഡ് ദേ ചേഞ്ച് കളർ ടു വൈറ്റ് ആൻഡ് ഗ്രേ അറ്റ് ദ ഏജ് ഓഫ് 3 or 4 months. കണ്ടോ, എന്താണ്, കാവ്സ് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴത്തേക്ക് ഒരു റെഡ് കളറായിരിക്കും കുട്ടിയിൽ അല്ലേ? അത് എങ്ങനെ കളർ മാറും? എങ്ങനെ? 3 മുതൽ 4 മാസ കാലയളവ് പ്രായമാകുമ്പോഴത്തേക്കും കളറ് മാറി ഈ കളറിലേക്ക്, ഗ്രേ കളറിലേക്ക് വരും. കങ്കായത്തിൻ്റെ ഒരു പെക്കൂലിയർ ക്യാരക്ടറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഒരു നമ്പർ കൊടുക്കുന്നു, 4ാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന്. അത് കഴിഞ്ഞിട്ടേ ഈ സിനോണിം ഇമ്പോർട്ടൻസ് ഉള്ളു കേട്ടോ. മനസ്സിലായി? കങ്കായം ഓക്കെ അല്ലേ? പവറല്ലേ പിള്ളേരെ? പവറല്ലേ? പവറാവണം. ഇങ്ങനെ നിന്ന് കത്തിക്കോണം നിങ്ങൾ കേട്ടോ. അപ്പൊ നോക്ക്, ഒറിജിൻ നോക്കാം. കങ്കായം പേര് തന്നെയുണ്ട്, തമിഴനാണവൻ അല്ലേ? അതുകൊണ്ട് തന്നെ സിനോണിം നോക്കാം. കങ്കനാട് അല്ലെങ്കിൽ കൊങ്കു എന്നൊക്കെ വിളിക്കുന്നത് ഒറിജിൻ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട് ഒറിജിൻ. അതുപോലെ കളർ എന്താ? ഗ്രേ വിത്ത്, ഗ്രേ അല്ലേ? ഗ്രേ ആണ് മൊത്തത്തിൽ. എന്താ ഗ്രേ ആണ്? പിന്നെന്താ ബാക്കി എവിടെയൊക്കെ ബ്ലാക്ക് ഉള്ളത്? കണ്ണടച്ച് പറഞ്ഞേ, ചിത്രം ഒന്ന് മനസ്സിലോർത്തേ. ഹമ്പിലുണ്ട്, നെക്കിലുണ്ട്, ഹെഡിലുണ്ട്, ക്വാർട്ടേഴ്സിലുണ്ട്, ഷോൾഡറിലുണ്ട് ഇല്ലേ? ഈ ഭാഗമെല്ലാം എന്താണ്? ബ്ലാക്ക് മാർക്കിങ്സ് ഉണ്ടായിരിക്കും. ചിത്രം മനസ്സിലോർത്താൻ ഞാൻ കാണാവടിച്ച് പറഞ്ഞല്ല. ചിത്രം വിഷ്വലൈസ് ചെയ്ത് പഠിക്കും നിങ്ങൾ. ഓരോ വിഷ്വൽസും മനസ്സിലേക്ക് കൊണ്ടുപോവാ, അതിന് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. നോക്കാം, ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും നമ്പൂതിരി തലക്കിട്ട കാര്യം ആലോചിക്കണം അല്ലേ? തിക്ക് ഹോൺസ് വിച്ച് ആൾമോസ്റ്റ് കംപ്ലീറ്റ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ പറയണം കങ്കായമാണെന്ന്.
ഉറക്കത്തിൽ പറഞ്ഞിരിക്കണം കങ്കായമാണെന്ന്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടേ പോകാവൂ. മീഡിയം സൈസ്, സ്ട്രോങ് ലിംസ്, ഇതൊക്കെ എല്ലാത്തിനും ഉള്ളതാണ്, പഠിക്കണ്ട, കുഴപ്പമില്ല. മനസ്സിലായി? സംഭവം മനസ്സിലായി? ഇനി നോക്ക്, നോട്ട് നോക്കാം. കാവ്സ് ആർ ജനറലി റെഡ് ഇൻ കളർ, റെഡ് കളറാണ് അറ്റ് ബർത്ത് അല്ലേ. അതുപോലെ ആൻഡ് ദേ ചേഞ്ച് കളർ ഇൻ വൈറ്റ് അല്ലേ, വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ആയിട്ട് മാറും. എങ്ങനെ? 3 to 4 months പ്രായത്തിൽ, 3 മുതൽ 4 മാസം പ്രായം ആകുമ്പോഴത്തേക്കും അതിൻ്റെ കളറിൽ ചേഞ്ച് ഉണ്ടാകും. കളറിൽ ചേഞ്ച് ഉണ്ടാകും. കങ്കായത്തിൻ്റെ പെക്കൂലിയർ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. പെക്കൂലിയർ ക്യാരക്ടേഴ്സ്. ക്ലിയർ അല്ലേ പിള്ളേരെ? അല്ലേ? ഒരു മാർക്ക് കിട്ടിയില്ലേ? കിട്ടിയില്ലടാ? കിട്ടി. യെസ്. അടുത്ത അമൃത് മഹൽ. ഇതിനു കൊണ്ട് മറ്റൊരു പേര് മൈസൂർ ബീഡ സിനോണിം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പേര് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. കാര്യം എന്താ? മൈസൂർ ബ്രീഡ് എന്നുള്ള പേരിൽ നമ്മൾ 2 എണ്ണം പഠിച്ചു. ഒന്നെന്താ? അമൃതമഹലും പഠിച്ചു, മറ്റേത് ഹല്ലികാറും പഠിച്ചു അല്ലേ. അമൃതമഹലും പഠിച്ചു, ഹല്ലികാറും. രണ്ടിൻ്റെയും സിനോണിം മൈസൂർ ബ്രീഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താ? അതിൻ്റെയും ഒറിജിൻ അവിടെ കർണാടകയാണ്. കർണാടകത്തിലല്ലേ മൈസൂർ, അറിയാലോ. മറ്റുള്ള സിനോണിം നോക്കും. ദൊഡ്ഡദാന അല്ലെ, ദൊഡ്ഡദാന, ജവാരി, ദാന, നമ്പർ ദാന, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നിരിക്കുന്ന സിനോണിംസ്. ഇത് നിങ്ങളൊന്ന് കേട്ട് വെച്ചേക്കെ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കന്നഡ ടച്ചില്ലേ? ദൊഡ്ഡദാന, ജവാരി, ദാന, നമ്പർ ദാന ഒക്കെ മൊത്തം കന്നഡ ടച്ചില്ലേ? യെസ്, അത് ഓർത്ത് വെച്ചേക്കാം. എന്തായാലും കൃത്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിച്ചിട്ട് കാര്യം മൈസൂർ ബ്രീഡ് എന്നുള്ള പേര് മറന്നു പോകരുത്, മാറിപ്പോകരുത്. കളർ എന്താ? വൈറ്റ് ഓർ ഗ്രേ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ക്യാരക്ടേഴ്സ് നോക്കാം. ബൾജ്ഡ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ. കണ്ടോ? ഏകദേശം നമുക്ക് അമൃതമഹലിനെയും ഹല്ലികാറിനെയും കണ്ടാൽ കുറേയൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. ബൾജ്ഡ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ രണ്ടിനും ഉണ്ട്, നടുക്ക് കുഴിയുണ്ട്. ബൾജ്ഡ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ. ലോങ് ഹോൺസ് ടെർമിനേറ്റിംഗ് ഇൻ ഷാർപ്പ് പോയിന്റ്സ്, അതിനുമുണ്ട്. പക്ഷേ സ്വീപ്പിംഗ് ഹോൺ എന്ന് ഇതിനെ പറയില്ല. ഇതും ലോങ് ഹോൺസ് ആണ്, ടെർമിനേറ്റിംഗ് ഇൻ ഷാർപ്പ് പോയിന്റ്സ് ആണ്. അതുപോലെ വെൽ ഡെവലപ്ഡ് ഹംബാൻ ഷീത്ത്, ലോങ് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്. മറ്റേനൊന്നും പറയാത്ത കൊണ്ട് ഇതൊന്നും നോക്കി വെച്ചേരാ, ഇനി കേസ് കയറി ചോദിച്ചാലോ. അമൃതമഹലിൽ കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒറിജിനാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒറിജിനാണ്. 2 ഇതാണ്, ഇതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് വേണമെങ്കിൽ ചോദിക്കാം. ഇതേ ക്യാരക്ടർ ആർക്കും ഉണ്ട്? ഹല്ലികാറിനും ഉണ്ട്. ഒരു 3ാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുക. ഇതിന് വേണമെങ്കിൽ ഇതും കൊടുക്കാം. ലോങ് ഹോൺസ് ടെർമിനേറ്റിംഗ് ഇൻ ഷാർപ്പ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അമൃതമഹലിൻ്റെയും ഹല്ലികാറിൻ്റെയും സെയിം ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ സ്വീപ്പിംഗ് ഹോൺ, ഗ്രേസ്ഫുൾ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹല്ലികാർ മാത്രം ചൂസ് ചെയ്യുക. ഓക്കെ അല്ലേ പിള്ളേരെ? ഓക്കെ അല്ലേടി? ആണ്, എനിക്കറിയാം. ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് വരാം. നിങ്ങളെ മെമ്മറി എനിക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹല്ലികാർ ഒറിജിൻ ഒന്ന് കണ്ണടച്ച എല്ലാവരും. ഹല്ലികാർ ഒറിജിൻ കർണാടക, സിനോണിം മൈസൂർ ബ്രീഡ്. കളർ നമുക്ക് വലിയ വിഷയമില്ല. ക്യാരക്ടർ പഠിച്ചിരിക്കണം. ലോങ് കോൺവെക്സ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ നമുക്കറിയാം. അതുപോലെ ലോങ് ഹോൺസ് വിത്ത് ഗ്രേസ്ഫുൾ സ്വീപ്പ് ഇല്ലേ? അല്ലേടാ? അറിയാലോ. അത്രയേ ഉള്ളൂ. ഷാർപ്പ് പോയിന്റിൽ ടെർമിനേറ്റ് ചെയ്യുന്ന സാധനം. അതുപോലെ ഞാൻ മറഞ്ഞു നിൽക്കുക, നീ ഒന്നും അങ്ങനെ കാണണ്ട. കങ്കായ നോക്കാം. കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട് നമുക്കറിയാം. കങ്ങനാട്, കൊങ്കു 2 പേരുകൾ. അതുപോലെ ക്യാരക്ടർ നോക്കാം. തിക്ക് ഹോൺസ്, ആ സർക്കിൾ ഫോം ചെയ്യുന്ന ഹോൺസ് ആണ് കങ്കായത്തിൻ്റെ ഹോൺസ്. അതുപോലെ ശ്രദ്ധിക്കുക, അതിൻ്റെ കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോഴത്തേക്കും റെഡ് ആയിരിക്കും. 3 മുതൽ 4 മാസം പ്രായം ആകുമ്പോഴത്തേക്കും അതിൻ്റെ കളർ അങ്ങോട്ട് മാറും. കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗേ ആണ്. പക്ഷേ എന്താണ്? കണ്ണടച്ചോക്ക് തലയിലും നെക്കിലും ഹമ്പിലും ഷോൾഡറിലും ക്വാർട്ടേഴ്സിലും ഒക്കെ എന്തുണ്ട്? കറുത്ത മാർക്കിങ്സ് ഉണ്ട്. അമൃതമഹൽ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? അതിൻ്റെയും മറ്റൊരു പേര് മൈസൂർ ബീഡ് എന്നാണ്. ഒറിജിൻ കർണാടക തന്നെയാണ്. അതുപോലെ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും ഹല്ലികാറിനെ പോലെ തന്നെ ബൾജ്ഡ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ ഉണ്ട്. ലോങ് ഹോൺസ് ആണ്, ടെർമിനേറ്റിംഗ് ഷാർപ്പ് പോയിന്റ്സ്. കണ്ണടച്ചോർത്തല്ല, എല്ലാം ഓർത്താ. ലോങ് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച് ആൾസോ ഇസ് ദ ക്യാരക്ടർ ഓഫ് അമൃതമഹൽ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? പവറല്ലേ? പവറാണെന്ന് എനിക്കറിയാം. ഇനി നോക്കാം. നേറ്റീവ് ബ്രീഡ്സ് ഓഫ് കേരള. നേറ്റീവ് ബ്രീഡ്സ് എന്ന് പറയാൻ വേണ്ടിയൊന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ ICARന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ഒറ്റ ബ്രീഡ്, ഈ വെച്ചൂർ മാത്രമേ കേരളത്തിൽ നിന്ന് ബ്രീഡെന്ന് പറയാനുള്ളൂ. അല്ലാണ്ട് കേരളത്തിൽ ബ്രീഡൊന്നുമില്ല. എന്താണ് ബ്രീഡ് നമുക്കറിയാലോ അല്ലേ? കൃത്യമായ ബ്രീഡിംഗ് ഹിസ്റ്ററി വേണം അല്ലേ? ബ്രീഡിംഗ് ഹിസ്റ്ററി വേണം, കോമൺ ആൻസിസ്റ്റർ വേണം, ഒരു ബ്രീഡർ വേണം, പിന്നെ കൃത്യമായിട്ടുള്ള വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് വേണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രീഡാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഒറ്റ പ്രോജക്റ്റ് മാത്രമേ കേരളത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ നടന്നിട്ടുള്ളൂ. അതായിരുന്നു നമ്മുടെ വെച്ചൂർ പ്രോജക്റ്റ്. നമ്മുടെ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള വെച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്രോജക്റ്റ് നടന്നത്. ആ സ്ഥലത്ത് കാണപ്പെടുന്ന ക്യാറ്റിൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞ് ക്യാറ്റിൽസ് അല്ലേ?
കുഞ്ഞ് ക്യാറ്റിൽസ്, അതായത് സൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ഉൽപ്പാദിപ്പിക്കുന്ന പാല് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ മിൽച്ച് ബ്രീഡിന്റെ കാറ്റഗറി പെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വീടിന്റെ ആവശ്യത്തിനുള്ള പാല് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? വെച്ചൂർ പശുവിനുണ്ട്. ഒരു വീട്ടിൽ ഒരു വെച്ചൂർ പശു ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഒരു പക്ഷേ ആ വീട്ടിന്റെ കാര്യങ്ങൾ നടന്നു പോകും, വലിയ ചെലവുകൾ ഇല്ലാതെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് വെച്ചൂർ എന്ന് പറയുന്ന പ്രോജക്റ്റിന് അവിടെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ആയിട്ടുള്ള മൊത്തത്തിൽ വയബിലിറ്റി ഉണ്ടാകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കുറേ ആൾക്കാർക്ക് ഫാൻസി പർപ്പസിന് വേണ്ടിയിട്ട് എന്താ എൻ്റെ വീട്ടിലൊരു വെച്ചൂർ പശു ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു വെയിറ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു ചായ ഇട്ട് നമ്മളൊരു വീട്ടിൽ കൊണ്ടുപോയാണ് ഒരു ചായ ഇട്ട് ഇത് വെച്ചൂർ പശുവിൻ്റെ പാലും ഉണ്ടാക്കിയ ചായയാണ് കേട്ടോ. എന്ത് വെച്ചൂർ പശുവിൻ്റെ പാലല്ലേ അപ്പോൾ അതെടുത്ത് നമ്മളിത് വളരെ വിശേഷപ്പെട്ട വസ്തു കുടിക്കുന്ന പോലെ കുടിക്കും. ഇതിൽ നമ്മളിതിൽ പറഞ്ഞ കണക്ക് ഇത് 1,00,000 രൂപയുടെ മദ്യമാണെന്ന് പറഞ്ഞ തരത്തിൽ 1,00,000 ആണെങ്കിൽ 500 ആണെന്നുണ്ടെങ്കിൽ മദ്യം വിഷമല്ലേ കുഞ്ഞുങ്ങളെ ആണ്. എല്ലാത്തിനും ഒരു എഫക്റ്റ് അല്ലേ, ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമായിരിക്കും, അത്രേ ഉള്ളൂ. ഇത് അത്രയും വ്യത്യാസമില്ല, മറ്റേ അത്രയും കോസ്റ്റ് ഇൻവോൾവ് ആണെങ്കിലും പറയാം. ഇത് അങ്ങനെയില്ല. ഞാൻ പറഞ്ഞതിന് നെഗറ്റീവാക്കി പറയണതല്ല. ആക്ച്വലി നമ്മുടെ മിൽക്കിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും A1 A2 അങ്ങനെ പ്രധാനപ്പെട്ട 2 എന്തൊക്കെ A2 മിൽക്കൊക്കെ ഉണ്ട്. അപ്പോൾ A1 മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക ഇത് നമ്മുടെ വിദേശ ജനസുകളുടെ മിൽക്കാണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ നാടൻ ജനസുകളുടെ മിൽക്കിന് കൂടുതൽ ഔഷധ മൂല്യമോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ പല സ്റ്റഡീസ് പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് പക്കാ സയൻറ്റിഫിക് ആയിരിക്കണം. സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ആൾക്കാർ കൊണ്ടുവരുന്നതും ഓക്കെ അതോടെ നിൽക്കട്ടെ, അതൊക്കെ തർക്ക വിഷയമാണ്, പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് വെച്ചൂറിനെ കുറിച്ചാണ് അല്ലേ. വെച്ചൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റിന് വയബിലിറ്റി വരുന്നത് തന്നെ ഈ ഒരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ എവിടെയാണ് വെച്ചൂർ വില്ലേജ്? വൈക്കം കോട്ടയത്തുള്ള വെച്ചൂർ വില്ലേജ് ആൻഡ് ഒറിജിൻ. കളർ എന്താണ്? റെഡ് കളറുണ്ട്, ഫോൺ കളറുണ്ട്, ബ്ലാക്ക് ഓർ വൈറ്റ് ആർ ദ കോമൺ കളേഴ്സ്. കറുപ്പും വെളുപ്പുള്ള വെച്ചൂർ പശുവുണ്ട്, റെഡ് ഫോൺ കളർ എല്ലാം ഉണ്ട്. ലാക്ടേഷൻ ആണ് ഇൻട്രസ്റ്റിംഗ്, ഇത് പഠിച്ചു വെച്ചേക്കുക. 2 to 3 കിലോഗ്രാം പെർ ഡേ. കണ്ടോ, ഈ 150 കിലോഗ്രാം ഭാരമുള്ള ഈ ഒരു അനിമൽ 2 മുതൽ 3 ലിറ്റർ പാൽ ഒരു ദിവസം തരും എന്ന് പറയുമ്പോൾ ഒരു വീട്ടിന് ആവശ്യത്തിലേറെ പാലായി അല്ലേ. ആയില്ല മക്കളെ, ആയി. ഫാറ്റ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ എത്ര? 4.7% to 5.3%. ഇനി ഇതിന് മാർക്കറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കറിയാം ഓർഗാനിക് ഒക്കെ വിൽക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്തൊക്കെ തന്നെ ഞാൻ പേരൊന്നും പറയുന്നില്ല, പല സ്ഥലങ്ങളിലും ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് വിൽക്കുന്നത്. അവിടെ വെച്ചൂർ പശുവിൻ്റെ പാലിന് 1 ലിറ്റർ 150 രൂപയൊക്കെ ആൾക്കാർ വാങ്ങും. മനസ്സിലായോ? 150 അല്ലെങ്കിൽ 200 ഒക്കെ ചോദിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങാൻ ആളുണ്ടെന്നേ. ഗുണം എന്താണെന്ന് നോക്കാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാൻസി പേർപ്പസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വാട്ടെവർ അവിടെ തരുന്ന വെച്ചൂർ പശുവിൻ്റെ പാലാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല, മിക്കവാറും അത് തന്നെയായിരിക്കും തരുന്നത്. വാട്ടെവർ വില കൊടുക്കുകയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് അതിൻ്റെ ലാക്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരിക്കലും നമുക്കൊരു മിൽക്ക് ബ്രീഡ് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് വെച്ചൂർ ഇത്ര കുറച്ച് പാല് മാത്രമേ തരുന്നുണ്ടെങ്കിലും ഒരു മിൽക്ക് ബ്രീഡായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈസിൽ അതിൻ്റെ ബോഡിയെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, മിൽക്ക് പർപ്പസിന് അല്ലേ നമുക്ക് പാല് തരുന്നുണ്ട്. മാത്രമല്ല ഒരു വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ഒരു മിൽക്ക് പർപ്പസ് കൊണ്ട് വളർത്താൻ പറ്റുന്ന അനിമൽ തന്നെയാണ് ഇത് വെച്ചൂർ പശു എന്ന് പറയുമ്പോഴത്തേക്കും. ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കളറൊന്നും ചോദിക്കില്ല, നിങ്ങൾ പഠിക്കണ്ട. ഒറിജിൻ നിങ്ങൾക്ക് പഠിച്ചു വെച്ചിരിക്കണം. വെച്ചൂർ വില്ലേജ് ആ പേര് തന്നെ ഉള്ളതുകൊണ്ട് അത് ചോദിക്കത്തുമില്ല. ഇനി എന്താ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്? ഹൈറ്റ് ബിലോ 90 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. 90 സെൻറ്റിമീറ്ററിന് താഴെ ആയിരിക്കണം. ലെങ്ത് 124 സെൻറ്റിമീറ്റർ. പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഹൈറ്റ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനമാണ്. ഒരുപാട് ഹൈറ്റൊക്കെ ഉള്ള പശുവിനെ കാണിച്ചിട്ട് ബാക്കി എല്ലാ ക്യാരക്ടർ ഉണ്ട് ഇത് വെച്ചൂറാണെന്ന് ആൾക്കാർ മണ്ടക്കിട്ട് അടിച്ചിരും, എനിക്ക് പോടാന്ന് പറയും. കാരണം അതിനേക്കാളും ഹൈറ്റുള്ള പല പശുക്കൾക്കും വെച്ചൂരിൻ്റെ പല ക്യാരക്ടറും കണ്ടേക്കാം. ഓക്കെ, ഹൈറ്റ് എത്ര? ബിലോ 90 സെൻറ്റിമീറ്റർ. അപ്പോൾ വെയിറ്റ് ആവറേജ് ഒന്നും പഠിക്കണ്ട. ടെയിൽ ആൾമോസ്റ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്. വാൽ ഏകദേശം താഴെ മുട്ടും. കോമ്പാക്റ്റ് ബോഡി, കുഴപ്പമില്ല. സ്മാൾ തിൻ ഹോൺസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഹോൺസ് വലിയ കൊമ്പുള്ള ഒരു കുഞ്ഞു പശുവിനെ കൊണ്ട് കാണിച്ചിട്ട് ആരെങ്കിലും വെച്ചൂറാണെന്ന് പറഞ്ഞാൽ അവനെ ഇടിക്കാം നമുക്ക്. പോടാ എടുത്തോണ്ട്. വെച്ചൂരിൻ്റെ കൊമ്പ് കണ്ടാൽ എനിക്കറിയാം എന്താണ് ചെറിയ ഹോണാണ്. ചിലപ്പോൾ ആൾമോസ്റ്റ് ആബ്സെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇതിനണ്ട ഇത് വലിയ പശുവാണ് കേട്ടോ. ഇതും ഒരു പാല് കറക്കുന്ന പശുവാണ്. അതുകൊണ്ട് അയാളെ മുട്ടിൻ്റെ അത്ര സൈസേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൊമ്പിരിക്കുന്നുണ്ട അത്രേ ഉള്ളൂ. ചിലതിന് കൊമ്പ് അത്രേ ഉണ്ടാവത്തുള്ളൂ. ഗുഡ് ഡിസീസ് റെസിസ്റ്റൻസ് എല്ലാ ഇന്ത്യൻ പശുക്കൾക്കും അതുണ്ട്.
വിസ്റ്റാൻസ് ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഇന്ത്യ അല്ല, കേരളക്കാരനായതുകൊണ്ട് നമുക്കറിയാം. വൈക്കം എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയയാണ്, അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. റിക്വേഴ്സ് ലിറ്റിൽ ഫുഡ്, ചെറിയ അനിമൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡ് മതി, അത് നമുക്കറിയാം. സ്മാളസ്റ്റ് ബ്രീഡ് ഓഫ് ക്യാറ്റിൽ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ്. ഓക്കെ, സ്മാളസ്റ്റ്. അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കയ്യിലിരിക്കുന്ന ഏറ്റവും ചെറിയ വെച്ചൂർ പശുവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേര് മാണിക്യം എന്നാണ് കേട്ടോ, മാണിക്യം എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അത് വെച്ചൂർ ബ്രീഡിൽ വരുന്ന അനിമലാണ്. കൂടുതലൊന്നും പഠിക്കാനില്ല. എന്താ പഠിക്കാനുള്ളത്? വെച്ചൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലുള്ള ഒരേ ഒരു അംഗീകരിച്ച ബ്രീഡ് വെച്ചൂറാണ് നമുക്കറിയാം. ഒറിജിൻ അവിടെ വെച്ചൂർ വില്ലേജ്, കോട്ടയത്തിലെ വൈക്കത്തിലുള്ള വെച്ചൂർ വില്ലേജിലാണ് ഒറിജിൻ നമുക്കറിയാം. ലാക്ടേഷൻ 2 മുതൽ 3 കിലോഗ്രാം. നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ ലാക്ടേഷനും ഫാറ്റ് പെർസെൻറ്റേജും 4.7 to 5.3 ആണ് ഫാറ്റ് പെർസെൻറ്റേജ് വരുന്നത്. 2 മുതൽ 3 ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടുമെന്ന് നമുക്കറിയാം. കൊമ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക, സ്മാൾ തിൻ ഹോൺസ് ആണ്. പൊക്കം 90 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കിയും കൂടെ ഞാൻ ചോദ്യത്തിലിടും കേട്ടാ. ചോദ്യത്തിലിടുമ്പോഴത്തേക്ക് നിങ്ങൾ ഉപ്പാട് വരരുത്, നിങ്ങൾ പഠിച്ചോളും. പക്ഷേ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കാസർഗോഡ് കുള്ളൻ നോക്കാം. കാസർഗോഡ് ഡ്വാർഫ് എന്നൊക്കെ പറയുന്ന ഒരു കുള്ളൻ പശു. ഈ കുള്ളൻ പശുവും നമുക്ക് ഈ കുള്ളൻ എന്ന് പറയുന്ന പരിപാടി ഒരു ഫാൻസി ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെച്ചൂർ അംഗീകരിച്ചപ്പോഴത്തേക്കിന് ആൾക്കാർ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടല്ലോ ഈ സാധനം, ഇതേപോലൊരു സാധനം, ഇതിനെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്താലോ. കണ്ട അതിൻ്റെ കൊമ്പ് കണ്ടോ? നിങ്ങൾ കൊമ്പ് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വെച്ചൂരിൻ്റെ കൊമ്പണക്കല്ല, ഒരു ജേഴ്സി അല്ല, ആക്ച്വലി ഒരു ബ്രൗൺസിസിൻ്റെ കൊമ്പ് പോലെ ഇരിക്കും. ഒരു കുഞ്ഞു ബ്രൗൺസിസ്, പക്ഷേ ഹമ്പുണ്ട്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുന്നത്. കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും 90 സെൻറ്റിമീറ്റർ എന്നല്ല, ഏകദേശം കുറച്ചുകൂടെ ഹൈറ്റൊക്കെ വരും. അതാണ് കാസർഗോഡ് ഡ്വാർഫ്. ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഒരു ബ്ലഡ് ലൈൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ജനിതകം എടുത്ത് പരിശോധിച്ചാൽ ഇതിനും വെച്ചൂരിനുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയപ്പെടുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും ഇതിനെ അംഗീകരിച്ച് കൊടുക്കാത്തത്. ഇതുവരെ ഒഫീഷ്യലായിട്ട് അംഗീകാരം വന്നിട്ടില്ല എൻ്റെ അറിവിൽ. കാസർഗോഡ് കുള്ളൻ നോക്കാം. ഒറിജിൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കളർ നോക്കാം, യൂഷ്വലി ബ്ലാക്ക്, റെഡ്, വൈറ്റ് ആൻഡ് ഗ്രേ. ഈ കളറൊക്കെ മറ്റേനും വരും. നോട്ട് ദ പോയിന്റ്. അടുത്തത് പർപ്പസ് യൂസ്ഡ് ഫോർ മീറ്റ് ഓർ ഡ്രോട്ട്. മീറ്റ് ഓർ ഡ്രോട്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ മീറ്റിനും ഉപയോഗിക്കും, പക്ഷേ ഡ്രോട്ടിനല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ കാസർഗോഡ് കുള്ളനെ കൊണ്ടുവന്ന് കറന്ന് പാലെടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡ്രോട്ടിനല്ല, മീറ്റിന് വേണ്ടി എന്തായാലും ഉപയോഗിക്കാം. അത് ഉപയോഗം കഴിഞ്ഞാൽ വിട്ടുമല്ലോ ആൾക്കാർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ പർപ്പസ് യൂസ്ഡ് ഫോർ മീറ്റ് ഓർ ഡ്രോട്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ളതുകൊണ്ട് പുസ്തകത്തിലുണ്ട് പഠിച്ചിരിക്കുന്നത്. ക്യാരക്ടർ നോക്കാം. നാരോ ആൻഡ് ഷോർട്ട് ഹെഡ്, സ്മാൾ ഹോൺസ് ആൻഡ് ലോങ് ടെയിൽ. ഓക്കെ, വെരി സ്മാൾ ഇൻ സൈസ്, ഗുഡ് ഡിസീസ് റെസിസ്റ്റൻസ്, ഹൈ ഫീഡ് ടു മിൽക്ക് റേഷ്യോ. ഫീഡ് ടു മിൽക്ക് റേഷ്യോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂസ്ഡ് ഫോർ മീറ്റ് ആൻഡ് ഡ്രോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. താഴെ പറയുന്നത് ഹൈ ഫീഡ് ടു മിൽക്ക് റേഷ്യോ എന്ന് പറഞ്ഞു. എന്താ ഫീഡ് ടു മിൽക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ? 1 കിലോ പാല് കൊടുത്തു കഴിഞ്ഞാൽ, 1 കിലോ തീറ്റ കഴിച്ചാൽ അതിന് ആനുപാതികമായിട്ട് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ശേഷി, അതല്ലേ ഫീഡ് ടു മിൽക്ക് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും. പോട്ടെ, എന്നാലും പഠിച്ചേ പറ്റത്തുള്ളൂ നമുക്ക്. ആവറേജ് വെയിറ്റ് 170 കിലോഗ്രാം, മറ്റേനേക്കാൾ 20 കിലോഗ്രാം കൂടുതലുണ്ട്. Cows weigh 10.5 kg at birth and attain 7 times weight in 1 year. ഇതുകൊണ്ടാണ് ഇതിനെ മീറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇതാണ്. കണ്ടോ, മീറ്റ് പർപ്പസിനോട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? 10.5 കിലോഗ്രാമേ ഉണ്ടായിരിക്കത്തുള്ളൂ, പക്ഷേ ഒരു വർഷം ആകുമ്പോഴത്തേക്കും 70 കിലോ എങ്കിലും ഉണ്ടാകും. അതുകൊണ്ടാണ് മീറ്റ് പർപ്പസിന് ഉപയോഗിക്കാമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ വട്ടമിട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക. കാസർഗോഡ് കുള്ളൻ്റെ ഒറിജിൻ നിങ്ങൾ പഠിക്കില്ല, ആരും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം കാസർഗോഡ് നമുക്കറിയാം, കളർ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. പർപ്പസ് യൂസ്ഡ് ഫോർ മീറ്റ് ഓർ ഡ്രോട്ട് എന്ന് പറഞ്ഞു, അതൊന്നും മനസ്സിൽ വെച്ചേക്കണം. അടുത്തത് ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും സ്മാൾ ആണെന്ന് നമുക്കറിയാം, ഇതൊക്കെ നമുക്കറിയാം. ഹൈ ഫീഡ് ടു മിൽക്ക് റേഷ്യോ ഒന്ന് വായിച്ച് വെച്ചേക്കണം. Cows weigh around 10.5 at birth and attain 7 times weight in 1 year. ഇതും കൂടെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. കാസർഗോഡ് കുള്ളനും ഇതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ വെച്ചൂറും വന്നിരിക്കുന്നത്. വെച്ചൂർ ഒക്കെയാണ് നമുക്ക് ഹൈറ്റാണ് വൃത്തിയായിട്ട് പഠിച്ചിരിക്കുന്നത്. അതുപോലെ സ്മാൾ ആൻഡ് തിൻ ഹോൺസ്, കട്ടി കുറഞ്ഞ ഹോൺസ് ആണ്. ചിലതിൽ ഉണ്ടാകത്തില്ല.
മാണിക്യമാണ് നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന അനിമൽ എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ കാസർഗോഡ് ഡോൾഫിൻ്റെ ഒറിജിൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. യൂസ് ഫോർ മീറ്റ് ഓർ ഡ്രോട്ട് പർപ്പസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? 10-10.5 കിലോ വെയിറ്റുള്ള കുഞ്ഞുങ്ങൾ ഏകദേശം 1 ഇയറിൽ എത്ര വരും? 7 ടൈംസ് വെയിറ്റിൽ 70.5 അല്ല, ഏകദേശം 70-73 കിലോ അറ്റൈൻ ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ ഹൈ ഫീഡ് ടു മിൽക്ക് റേഷ്യോയും നമുക്ക് ഏതിനുണ്ട്? കാസർഗോഡ് ഡോൾഫിനുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഈ ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സിനെ ഒന്നും കൂടെ ഒന്ന് ഇരുത്തി പഠിക്കാം. ഡ്യുവൽ പർപ്പസും അതുപോലെ ഡ്രോട്ടും. മിൽച്ച് ഞാൻ അന്ന് പഠിപ്പിച്ച് തന്നെ ഈ ഒരു ചാർട്ട് അങ്ങ് തന്നായിരുന്നു. ഇതുപോലെ ചാർട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പടമൊന്നും ഒട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പടം എടുത്ത് ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഹരിയാന കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഹരിയാനയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കാങ്ക്രേജ് അല്ലേ, അടുത്ത കാങ്ക്രേജ്. പിന്നെന്താ പഠിക്കാനുള്ളത്? താർ പാർക്കർ. പിന്നെ അടുത്ത വരുന്നതാണ് ഡിയോണി. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹരിയാന നോക്കാം. പഠിച്ചതെന്താണ്? ബോണി പ്രോമിനൻസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പോൾ കൃത്യമായി നമ്മൾ പഠിച്ചു അല്ലേ. സ്റ്റംബി ഹോൺ പഠിച്ചു. 1400 കിലോഗ്രാം ലാക്ടേഷൻ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നു ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴോട്ട് ആഡ് ചെയ്യാം. കാങ്ക്രേജ് കൃത്യമായിട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അയർ ഷേപ്പ്ഡ് ഹോൺ ശ്രദ്ധിക്കുക. സവായ് ചെല്ല് ശ്രദ്ധിക്കുക. ഹെവിയസ്റ്റ് ഓർ ലാർജസ്റ്റ് ഇന്ത്യൻ ക്യാറ്റിൽ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക. 1300 കിലോഗ്രാം ലാക്ടേഷൻ. താർ പാർക്കർ വൈറ്റ് സിന്ധി ഗ്രേ സിന്ധി ശ്രദ്ധിക്കുക. ഹോൺസ് എമർജിങ് ഫ്രം പോൾ ലൈൻ കണ്ടോ, അതിങ്ങനെ ഇരിക്കുന്ന സാധനം അല്ലേ. 1300 കിലോഗ്രാം പെർ ലാക്ടേഷൻ. ഡിയോണി ശ്രദ്ധിക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ച് 900 കിലോഗ്രാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ചാർട്ട് തയ്യാറാക്കി എവിടെയെങ്കിലും ഒട്ടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൊക്കെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ 1, 2 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി ഡ്യുവൽ പർപ്പസ് എല്ലാം കൂടെ ഒരു പേജിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി മാൻ. വെരി ഈസി. ഓക്കെ, ചെയ്യൂലേ നിങ്ങൾ? ചെയ്യണം. ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ ജോലി കിട്ടില്ല. ഇനി ഡ്രോട്ട് ബീഡ്സ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് പഠിച്ചാണ് ഹല്ലികാർ നമുക്കറിയാം. കണ്ടോ, പവർ കുതിരണക്ക് നിൽക്കുന്നുണ്ടാവേ. കങ്കായം. അതുപോലെ അടുത്തെന്താണ്? അമൃത് മഹൽ. അപ്പോൾ ഹല്ലികാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കോൺവെക്സ് ഫോർഹെഡ്, മിഡിൽ ഫറോ, സ്വീപ്പിംഗ് ഹോൺസ്, കോമ്പാക്ട് ആൻഡ് മസ്കുലാർ ബോഡി. ഏതാണ്? പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒറിജിനും കൂടെ എഴുതാം. നിങ്ങൾ എഴുതിക്കോ. ഏതൊക്കെയാണ്? കർണാടക ഒറിജിൻ അല്ലേ. പിന്നെന്താണ്? സ്വീപ്പിംഗ് ഹോൺ നമ്മൾ എഴുതി. പിന്നെ ഒരു കാര്യം മൈസൂർ ബ്രീഡ് പേര്. കങ്കായം ഗ്രേ വിത്ത് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് മാർക്കിങ്സ് ഓൺ ദ ഹെഡ് നെക്ക്. ഈ സാധനം അല്ലേ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാവ്സിൻ്റെ ഇമ്പോർട്ടൻസ്. തിക്ക് ഹോൺസ് ആൾമോസ്റ്റ് കംപ്ലീറ്റഡ് സർക്കിൾ. വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ എന്താണ്? അമൃത് മഹൽ അല്ലേ. അമൃത് മഹൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ബൾജ്ഡ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ അല്ലേ. ബൾജ്ഡ് എന്ന് പറഞ്ഞാലും ഇവിടെ കോൺവെക്സ് എന്ന് പറഞ്ഞാലും ഒക്കെ രണ്ടും ഏകദേശം സെയിം ആണല്ലേ. ഇവിടെ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കോൺവെക്സ് ആയിട്ടുള്ള മുന്നോട്ട് തളിക്കുന്ന ഫോർഹെഡ് ആണ്. മിഡിൽ ഫറോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ബൾജ്ഡ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ, ലോങ് ഹോൺസ് ടെർമിനേറ്റിംഗ് ഇൻ ഷാർപ്പ് പോയിന്റ്സ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഈ സ്വിച്ചിൻ്റെയും അതുപോലെ ടെയിലിൻ്റെ ക്യാരക്ടറും കൂടെ എഴുതി ചേർത്തുകൊള്ളുക. അവരൊപ്പം ഒറിജിനും കൂടെ എഴുതി ചേർത്തുകൊള്ളുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒട്ടിച്ച് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും എൻ്റെ കുട്ടികൾ ആൻസർ ചെയ്യും. ഉറപ്പാണ് കേട്ടോ. ഓക്കെ അല്ലേ? ചെയ്യൂലടാ? ചെയ്യും. ഒരു ചോദ്യം അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ ഈ ക്യാറ്റൽ ബ്രീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയോ, എക്സോട്ടിക് എന്നൊരു ചോദ്യം ചോദിക്കും. ഇൻഡിജീനസ് എന്നൊരു ചോദ്യം ഉറപ്പായും ചോദിക്കും. അതുപോലെ നമ്മുടെ ഗോട്ട് ബ്രീഡ് എന്നൊരു ചോദ്യം ചോദിക്കും. അതുപോലെ നമ്മുടെ എന്താണ് പിഗ് ബ്രീഡ്സ് എന്നൊരു ചോദ്യം ചോദിക്കും. മിക്കവാറും ഡക്കെന്നും അതുപോലെ നമ്മുടെ പൗൾട്രി എന്നൊരു ചോദ്യം ചോദിക്കും. മനസ്സിലായി? അപ്പോൾ അത്രയും ഏരിയ കിടക്കുകയാണ്. അപ്പോൾ അത്രയും 10 ചോദ്യങ്ങൾ നമ്മൾ ബ്രീഡ്സിൻ്റെ ചാപ്റ്റർ പഠിച്ചാൽ കിട്ടി. പിന്നെ 90 മാർക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം ചാർട്ടാക്കി വെക്കുക. ചോദിക്കുമ്പോൾ നമുക്ക് ഉറപ്പുള്ള സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. അതിനെ ചാർട്ടാക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുക, പഠിക്കുക. പറയുന്ന കാര്യങ്ങൾ അതേപോലെ കണ്ണും പൂട്ടി ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക? പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തേക്കുക. ഓക്കെ അല്ലേ ഞങ്ങൾ പറഞ്ഞത്? അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങളിലേക്ക് പോകാം. ഹല്ലികാർ ഈസ് ആൾസോ നോൺ ആസ്. എന്താണ് ഹല്ലികാറിന്റെ മറ്റൊരു പേര്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മക്കളെ? മൈസൂർ ബ്രീഡ് എന്നാണ് അതിന്റെ പേര് അല്ലേ. എന്താണ്? മൈസൂർ ബ്രീഡ്. ചിലർ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സമയത്ത് സാറ് ഭയങ്കര സ്പീഡെന്ന്. എന്തിനാ നിങ്ങൾക്ക് സ്പീഡിലേ പറയുള്ളൂ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ? സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ എലിമിനേഷൻ കാണിച്ചു തരും. അതേപോലെ ചെയ്യുക. ഇത്രയും സമയം കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട്. ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. നോക്ക്, നമ്മൾ എടുത്ത് ഉയർത്താൻ പോകുന്ന 200 കിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണത് 400 കിലോ ആണെന്ന് ഞാൻ പറയും. അത് ചെയ്യണം. ഓക്കെ. സ്വീപ്പിംഗ് ഹോൺസ് ഈസ് എ പെക്യൂലിയർ ക്യാരക്ടർ ഓഫ് വിച്ച് ബ്രീഡ് ഓഫ് ക്യാറ്റ് എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരം. സ്വീപ്പിംഗ് ഹോൺ കാണുമ്പോൾ നമ്മൾ എന്ത് എഴുതും? എവിടാ?
ഹല്ലികാർ എഴുതൂലേ? എഴുതും. ഓക്കെ. അതുപോലെ കളർ ഓഫ് ഹല്ലികാർ ക്യാറ്റിൽ നമുക്കറിയാം ലൈറ്റ് ഗ്രേ ടു ഡാർക്ക് ഗ്രേ ആണ്. അത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. അതുപോലെ ഒറിജിൻ ഓഫ് കങ്കായം നമുക്കറിയാം തമിഴ്നാടാണ് കങ്കായത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അതുപോലെ ഒറിജിൻ ഓഫ് ഹല്ലികാർ നമുക്കറിയാം കർണാടകയാണ്. അതുപോലെ തിക് ഹോൺസ് വിച്ച് ആൾമോസ്റ്റ് കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏത് എഴുതും മക്കളെ? നിങ്ങൾ ഇന്ന് പറയും, എനിക്കറിയാം കങ്കായം പറയും, പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് ഹല്ലികറായി മാറരുത്. ഏതാണ്? കങ്കായം. നമ്മുടെ ആരുടെ കഥ ഓർമ്മിക്കുക? നമ്മുടെ നമ്പൂതിരിയുടെ കഥ ഓർമ്മിക്കുക കേട്ടോ. ലോങ് ഹോൺസ് വിത്ത് ഗ്രേസ്ഫുൾ സ്വീപ്പ് കവിങ് അപ് ടു ടർമിനേറ്റ് ഇൻ ഷാർപ്പ് പോയിന്റ്സ്. ലോങ് ഹോൺസ് വിത്ത് ഗ്രേസ്ഫുൾ സ്വീപ്പ് കണ്ടപ്പോൾ നമ്മൾ പിന്നെ എഴുതും എന്താ? ഹല്ലികാർ എന്ന് എഴുതും അല്ലേ? ഹല്ലികാർ എഴുതും. കാസ് ഓഫ് ഡാഷ് ബ്രീഡ് ആർ ജനറൽ റെഡ് ഇൻ കളർ അറ്റ് ബർത്ത് ആൻഡ് ദേ ചേഞ്ച് കളർ ടു വൈറ്റ് ആൻഡ് ഗ്രേ അറ്റ് ദ ഏജ് ഓഫ് 3 to 4 months. ഏതാണ് പറമക്കളെ? ഏതാണ്? കങ്കായം അല്ലേ? എന്താണ് കങ്കായം? യെസ്, കമന്റ് ചെയ്യ്. കോട്ട് കളർ വിത്ത് ഗ്രേ വിത്ത് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് മാർക്കിംഗ് ഓൺ ഹെഡ് നെക്ക്. ഏതാണ്? പറ. ഏതാണ്? കങ്കായമാണല്ലേ? കങ്കായം. അതുപോലെ ഒറിജിൻ ഓഫ് അമൃതമഹൽ നമുക്കറിയാം, കണ്ണുംപൂട്ടി നമ്മൾ എഴുതും. കാരണം എന്താ? മൈസൂർ ബീഡ് എന്ന് വിളിക്കുന്നു, കർണാടക തന്നെയാണ്. അതുപോലെ അമൃതമഹൽ ഈസ് ആൾസോ നോൺ ആസ് എന്താണ് മറ്റൊരു പേര്? എന്താണ്? വളരെ സിമ്പിൾ. അമൃതമഹലിന്റെ മറ്റൊരു പേര് മൈസൂർ ബീഡ് എന്നാണ്. ബൾജർ ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ ലോങ് ഹോൺസ് ടെർമിനേറ്റിംഗ് ഷാർപ്പ് പോയിന്റ്സ് വിത്ത് വെൽ ഡെവലപ്ഡ് ഹംപ് ആൻഡ് ഷീത്ത്. ഏതെഴുതും? ഹല്ലികാർ എഴുതണോ? എഴുതണ്ട. കാരണം ഹല്ലികാറിന് എന്തില്ല? വെൽ ഡെവലപ്ഡ് ഷീത്ത് ഒന്നും ഇല്ലല്ലേ, നല്ല ടൈറ്റ് ബോഡിയാണ് അല്ലേ? അതാ വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണെങ്കിൽ കൂടിയും ഇവിടെ സ്വീപ്പിംഗ് ഹോൺസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഹല്ലികാറിലേക്ക് പോകണം. ഇവിടെ സ്വീപ്പിംഗ് ഹോൺസ് എഴുതിയിട്ടില്ല അല്ലേ? എന്താണ്? ലോങ് ഹോൺസ് ടെർമിനേറ്റിംഗ് ഷാർപ്പ് പോയിന്റ്സ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് മക്കളെ? അമൃതമഹലാണ് ഉത്തരം. അതുപോലെ കളർ ഓഫ് അമൃതമഹൽ നമുക്കറിയാം ഏതാണ്? വൈറ്റ് ഓർ ഗ്രേ ആണ്. അതുപോലെ ഹൈറ്റ് ഓഫ് വെച്ചൂർ കൗ ഏകദേശം 90 സെന്റിമീറ്റർ ആണ് അല്ലേ? അതുപോലെ ആവറേജ് വെയിറ്റ് ഓഫ് വെച്ചൂർ ക്യാറ്റിൽ ഏകദേശം 150 കിലോഗ്രാം. മിൽക്ക് ഈൽഡ് എത്ര? 4 മുതൽ 5 കിലോഗ്രാം ആണോ? അല്ല, 2 മുതൽ 3 കിലോഗ്രാം പെർ ഡേ ആണ്. അതുപോലെ ഫാറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 4.7 മുതൽ 5.3% വരെയാണ് ഫാറ്റ് പെർസെൻറ്റേജ് വെച്ചൂർ ക്യാറ്റിൽ മിൽക്കിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് അല്ലേ? സ്മാളസ്റ്റ് ക്യാറ്റിൽ ബ്രീഡാണ് വെച്ചൂറാണ് നമുക്കറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് ആദ്യം പറഞ്ഞു തരുന്നത് നോക്കാം. നാരോ ആൻഡ് ഷോർട്ട് ഹെഡ് സ്മാൾ ഹോൺസ് ആൻഡ് ലോങ് ടെയിൽ വെരി സ്മോൾ ഇൻ സൈസ് ഐഡന്റിഫൈ ദ ബീഡ്. നാരോ ആൻഡ് ഷോർട്ട് ഹെഡ്, നാരോ ആയിട്ടുള്ള ഹെഡ്, സ്മാൾ ഹോൺസ്, ലോങ് ടെയിൽ, വെരി സ്മാൾ ഇൻ സൈസ്. വെരി സ്മാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എണ്ണം എന്താണ്? വെച്ചൂറും മറ്റേ നമ്മുടെ കാസർഗോഡും അല്ലേ? ആക്ച്വലി ഇത് ബ്രീഡ് ആയിട്ട് അംഗീകരിച്ചില്ല, എന്നാലും നമുക്ക് എന്ന് എഴുതാം കാസർഗോഡ് ഡോഫ് എന്ന് എഴുതാം. കാര്യം എന്താ? ഇവിടെ എന്താണ്? വെരി സ്മാൾ ഹോൺ അല്ല, മറ്റേതാണ് സ്റ്റംബി ആയിട്ടുള്ള കുഞ്ഞ് തിൻ ഹോണാണ് എന്തിൻ്റെ? വെച്ചൂറിൻ്റെ ഹോൺ. ഓക്കെ, അടുത്ത് നോക്കാം. ആവറേജ് ബോഡി വെയിറ്റ് ഓഫ് കാസർഗോഡ് ഡോഫ് എന്ന് പറയുമ്പോഴത്തേക്ക് 150 അല്ല, കുറച്ചുകൂടെ കൂടി 20 കിലോ കൂടി 170 കിലോഗ്രാം. കാസ് ഓഫ് കാസർഗോഡ് ഡോഫ് വെയ്സ് എത്ര? 10.5 കിലോ, ഏകദേശം ഒരു 10.5 കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ കാസർഗോഡ് ഡോഫ് ഈസ് യൂസ്ഡ് ഫോർ മീറ്റ് പർപ്പസ് ബിക്കോസ് എന്തുകൊണ്ടാണ്? അറ്റൈൻ സെവറൽ ടൈംസ് വെയിറ്റ് ഇൻ 1 ഇയർ അല്ലേ? ഏകദേശം 7 ടൈംസ് ഓഫ് വെയിറ്റ് 1 ഇയറിൽ അറ്റൈൻ ചെയ്തുകൊണ്ടാണ് അതിനെ മീറ്റ് പർപ്പസ് നമ്മൾ പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. താഴത്ത് നിന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം എഴുതാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം. കാസർഗോഡ് ഡോർഫ് വെയ്സ് 10.3 കിലോഗ്രാം ആൻഡ് ദ സ്മോളസ്റ്റ് കാറ്റൽ ബ്രീഡ് ഇൻ ദ വേൾഡ് ഈസ് കാസർഗോഡ് ഡോർഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസ്താവന ശരിയാണ്, പക്ഷേ അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്ന വാല് തെറ്റാണ്. അത് തെറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്യാം. എ ഓൺലി 1 എന്ന് പറഞ്ഞിരിക്കുന്നു, ബി 1 and 4 എന്ന് പറഞ്ഞിരിക്കുന്നു, സി 1, 3 and 4 ആർ റോങ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഡി ആൾ ആർ റോങ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ നമുക്കൊന്നും എലിമിനേറ്റ് ചെയ്യാൻ ഇല്ല. കാരണം എന്താ? എല്ലാത്തിലും ഒന്നുണ്ടല്ലേ. ഇനി നോക്കാം. ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ ദ മിൽക്ക് ഓഫ് വെച്ചൂർ കാറ്റൽ ഈസ് 4.7 to 5.3% ആൻഡ് ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ദ സ്മാളസ്റ്റ് കാറ്റൽ ഹോൾസ് ദ ആനിമൽ നെയ്മഡ് മാണിക്യം. അത് ശരിയായ പ്രസ്താവനയാണ്. ഫാറ്റ് പെർസെൻറ്റേജ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് മാണിക്യത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ ഈ 2 എന്ന് പറയുന്ന പ്രസ്താവന റോങ്ങല്ലേ ചോദിക്കാം. തെറ്റാണെന്ന് ഏതെങ്കിലും ഓപ്ഷനിൽ പറഞ്ഞാൽ നമുക്കതിനെ കട്ട് ചെയ്യാം. ഇതിൽ 2നെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല, ഇതിൽ പറയുന്നില്ല, ഇതിലും പറയുന്നില്ല. ഇതിൽ ആളാർ റോങ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഡി ഒരിക്കലും വരില്ല. കാരണം ഡി എന്ത് പറയുന്നു? ഡി ആളാർ റോങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 2ഉം തെറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും വരില്ല. ഇനി ബൾജർ ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ ലോങ് ഹോൺസ് ടെർമിനേറ്റിംഗ് ഷാർപ്പ് പോയിന്റ്സ്. ഇത്രയാകുമ്പോൾ നമുക്കറിയാം ഏതാണ് അമൃതമഹല ഉദ്ദേശിക്കുന്നത്. വെൽ ഡെവലപ്ഡ് ഹംപ് ആൻഡ് ഷീത്ത് ഈസ് സീൻ ഇൻ ഹല്ലികാർ ആൻഡ് ലോങ് ഹോൺ വിത്ത് ഗ്രേസ്ഫുൾ സ്വീപ്പ് കർവിംഗ് ടു ടെർമിനേറ്റിംഗ് ഷാർപ്പ് പോയിന്റ്സ് കോമ്പാക്ട് ആൻഡ് മസ്കുലർ ബോഡി ഈസ് ദ പെക്യുലർ ക്യാരക്ടർ ഓഫ് അമൃതമഹൽ. തെറ്റ്, തെറ്റ് തിരിച്ചു തന്നിരിക്കല്ലേ. അപ്പോൾ അതും തെറ്റാണ്. ഇപ്പോൾ 3 തെറ്റാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ 3 തെറ്റാണെന്ന് പറയാത്ത എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വെട്ടിക്കളയാം നമുക്ക്. ഇതിൽ 3 തെറ്റാണെന്ന് പറയുന്നില്ലല്ലോ,
അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞു. ഇതിൽ 3 തെറ്റാണെന്ന് പറയുന്നില്ലല്ലോ, അതും വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? സി ആയിരിക്കും ഉത്തരം. യെസ്, 1, 3 and 4 ആർ റോങ്. അപ്പോൾ 4 തെറ്റായി. കളർ ഓഫ് അഹമ്മദാബാദ് സിൽവർ ഗ്രേ ടു അയൺ ഗ്രേ ആൻഡ് ഒറിജിനൽ അഹമ്മദാബാദ് കർണാടക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ കളർ ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ഡിയോണി ഈസ് ഒറിജിനേറ്റഡ് ഫ്രം പാകിസ്ഥാൻ. ഡിയോണി പാകിസ്ഥാനാണോ? അല്ല, അല്ലേ? പാകിസ്ഥാൻ അല്ല. റൈറ്റ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറഞ്ഞിരിക്കുന്നു. ഡിയോണിയുടെ ഒറിജിൻ പാകിസ്ഥാൻ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ശരിയാണെന്ന് പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് വെട്ടിക്കളയാം. ഇതും വെട്ടിക്കളയാം. അമൃത് മഹൽ ഇസ് നോൺ ആസ് മൈസൂർ ബീഡ്. അമൃത് മഹലിന് മറ്റൊരു പേര് മൈസൂർ ബീഡും തന്നെയാണ്. അത് ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ 2 ആളാർ റോങ് എന്ന് പറയുന്ന വെട്ടിക്കളയാം നമുക്ക്. അപ്പോൾ ബോത്ത് 2 and 3 ശരിയായിരിക്കും, അല്ലേ? ഹല്ലിഗറി ഇസ് നോൺ ആസ് മൈസൂർ ബീഡ്, അതും ശരിയാണ്. ഹല്ലിഗറി ഇസ് ഹെവിയസ്റ്റ് ഇൻ കേരള, തെറ്റാണ്. അപ്പോൾ ശരിയായി, ബിയിൽ ഉത്തരം. അതുപോലെ ദ ഗേറ്റ് ഓഫ് കാംഗ്രേജ് ഈസ് കാൾഡ്, നമുക്കറിയാം എന്താണ്? സവായ് ചൽ എന്ന് വിളിക്കുന്നു, 1/4 ഗേറ്റ് എന്ന് വിളിക്കുന്നു. ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം, അല്ലേ? ബോത്ത് എ ആൻഡ് ബി, സി. അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഈസ് ട്രൂ ഫോർ ദ ഹല്ലിഗ ബീഡ്. ഹല്ലിഗയുമായി ബന്ധപ്പെട്ട് ശരിയായ കാര്യങ്ങൾ. സ്മാൾ സ്പേസ്ഡ് ബോഡി, തെറ്റാണ്. ലോങ് കോൺവെക്സ് ഫോർഹെഡ് വിത്ത് ഫറോ ഇൻ ദ മിഡിൽ, ശരിയാണ്. പെട്ടെന്ന് കയറി എഴുതിക്കളെ, ബാക്കി നോക്കാം. ലോങ് ഹോൺസ് ആൾമോസ്റ്റ് എൻഡിങ് ഇൻ സർക്കിൾ, തെറ്റാണ്, അല്ലേ? ബോത്ത് ബി ആൻഡ് സി അല്ല, ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, അല്ലേ? ഓക്കെ. വിച്ച് ബ്രീഡ് ഹാസ് ലോങ് ഹോൺസ് വിത്ത് എ ഗ്രേസ്ഫുൾ സ്വീപ്പ്, ഒറ്റ ഉത്തരം ഹല്ലിഗ. അതുപോലെ ദ കങ്കായം ബ്രീഡ്സ് ഈസ് പ്രൈമർലി ഫൗണ്ട് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യുണീക് ക്യാരക്ടേഴ്സ് ഓഫ് കങ്കായം ബ്രീഡ്. കങ്കായം എന്ന് പറഞ്ഞാൽ സ്മാൾ ഹോൺസ് ദാറ്റ് ടൈറ്റ് കർലി അല്ല, സ്ട്രോങ് ലിംസ് ആൻഡ് തിക്ക് ഹോൺസ് ദാറ്റ് ആൾമോസ്റ്റ് കംപ്ലീറ്റ് എ സർക്കിൾ, ശരിയാണത്, അല്ലേ? ബൾജിങ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫറോ. ബൾജിങ് ഫോർഹെഡ് മിഡിൽ ഫറോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണ്? നമ്മുടെ അമൃത് മഹലിന്റെ ക്യാരക്ടറാണ്, അല്ലേ? അപ്പോൾ ഏതാണ്? ബി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബ്രീഡ് ഹാസ് എ വൈറ്റ് ഓർ ഗ്രേ കളർ വിത്ത് വെൽ ഡെവലപ്ഡ് ഹംപ് ആൻഡ് ഷീത്ത്? വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ കളർ വിത്ത് വെൽ ഡെവലപ്ഡ് ഹംപ് ആൻഡ് ഷീത്ത് എന്ന് പറയുമ്പോഴത്തേക്കും വെച്ചൂറിന് ഹമ്പുണ്ട്, വലിയ ഷീത്തൊന്നുമില്ല. വൈറ്റ് കളർ എന്ന് പറയാൻ പറ്റത്തില്ല. കാസർഗോഡ് ഡോർഫ് അല്ല, അമൃത് മഹലാണ്. ഹല്ലിഗർ അല്ല, കാരണം എന്താ? ഹല്ലിഗറിന് അത്ര വലിയ ഷീത്തൊന്നും ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ അമൃത് മഹൽ ബീഡ്? കൗസ് ആർ പൂർ മിൽക്കേഴ്സ്, നോൺ ഫോർ ഇറ്റ്സ് എക്സലന്റ് ഡിസീസ് റെസിസ്റ്റൻസ്, പ്രൈമർലി യൂസ്ഡ് ഫോർ ഡയറി പ്രൊഡക്ഷൻ, സ്മാൾ സൈസ്ഡ് അനിമൽ. അമൃത് മഹൽ ബീഡിനെ സംബന്ധിച്ചോളാം കൗസാർ പുവർ മിൽക്കേഴ്സ് ആണ്, അല്ലേ? ബാക്കിയുള്ള എല്ലാം ഇതിനകത്ത് വരുന്നതല്ല. അതുപോലെ വാട്ട് ഈസ് ദ ആവറേജ് ലാക്ടേഷൻ ഈൽഡ് ഓഫ് ദ വെച്ചൂർ ബ്രീഡ്? ഏകദേശം എത്രയാണ്? 2 മുതൽ 3 കിലോഗ്രാം പെർ ഡേ ആണ്, അല്ലേ? അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രീഡ് ഹാസ് സ്മാൾ തിൻ ഹോൺസ്? താഴത്ത് വന്നിരിക്കുന്നത് സ്മാൾ തിൻ ഹോൺസ് ഉള്ളത് വെച്ചൂറിലാണ്, അല്ലേ? അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ഹല്ലിഗ ബീഡ്. ഹല്ലിഗാനെ കുറിച്ച് ശരിയായ പ്രസ്താവന. ഹല്ലിഗ കാറ്റൽ ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ. അത് തെറ്റായ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ശരിയാണെന്ന് പറഞ്ഞ എല്ലാ പ്രസ്താവനയും കളയാം. ഇത് കളയാം. ഇനി ദ ഹല്ലിഗ ബീഡ് ഒറിജിനേറ്റ്സ് ഫ്രം കർണാടക. അത് ശരിയായത് കൊണ്ട് തന്നെ 2 ഉള്ളത് മാത്രം എടുത്താൽ പോരെ. എയിലും 2 ഉണ്ട്, ബിയിലും സിയിലും 2 ഉണ്ട്. അതുകൊണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലിഗ ക്യാൻ ഹാവ് ലോങ് സ്വീപ്പിംഗ് ഹോൺസ് ദാറ്റ് കർവ് അപ് ടു ടെർമിനേറ്റ് ഷാർപ്പ് പോയിന്റ്. ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ 3 ഉള്ളത് തന്നെ എടുക്കുക. ഇതിലും 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. അപ്പോൾ ഫുള്ള് നോക്കിയാൽ പറ്റത്തുള്ളൂ. ദ ഹല്ലിഗ ബീഡ് ഈസ് നോട്ട് സ്യൂട്ടഡ് ഫോർ ഡോൾ വർക്കും, തെറ്റാണ്. അപ്പോൾ ഇത് കളയാം, എ ആയിരിക്കും ഉത്തരം, അല്ലേ? ആൻസർ എ. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് കങ്കായം. കങ്കായം ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന. തെറ്റായിരിക്കാൻ മുകളിൽ വട്ടം ഇട്ടു. ദ കങ്കായം ബ്രീഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഡയറി പ്രൊഡക്ഷൻ. ഡയറി പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അതും തെറ്റാ, അല്ലേ? 3 സ്റ്റേറ്റ്മെന്റ് എന്താ ഒറ്റയടിക്ക് കളയാം. ഇല്ലല്ല, സോറി, തെറ്റല്ലേ വെച്ചേക്കണം, മാറിപ്പോയി. അതുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. ബിയിൽ അത് പറയുന്നില്ല, ഇത് കളയാൻ കേട്ടോ. ബിയിൽ 1 തെറ്റെന്ന് പറയാത്തതുകൊണ്ട് നമ്മൾ അത് കളഞ്ഞു. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റ് തമിഴ്നാട്. ശരിയായ പ്രസ്താവനല്ലേ? 2 തെറ്റെന്ന് പറഞ്ഞാൽ അവൻ്റെ മണ്ടയ്ക്കടിക്കണ്ടേ? സിയിൽ പറഞ്ഞിരിക്കുന്നു 1ഉം 2ഉം തെറ്റെന്ന്. 1 തെറ്റാണ് മനസ്സിലായി, പക്ഷേ 2 തെറ്റെന്ന് പറഞ്ഞു, അത് കളയാം. കങ്കായം കേരള ആവ് തിക്ക് ഹോൺസ് ദാറ്റ് ആൾമോസ്റ്റ് കംപ്ലീറ്റ് സർക്കിൾ. ശരിയായ പ്രസ്താവനയാണ്. 3 തെറ്റെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ തല്ലിക്കൊല്ലണം. അപ്പോൾ ഉത്തരം എ ആയിരിക്കും. ഉത്തരം എ ആണ്. നോക്കാം. ദ ബ്രീഡ് ഈസ് നോൺ ഫോർ ഇറ്റ് സ്ട്രോങ് ലിംസ് ആൻഡ് സ്വീപ്പിംഗ് ഹോൺസ് എന്ന്. അതും തെറ്റല്ലേ? അതും തെറ്റാണ്. അപ്പോൾ 1ഉം 4ഉം തെറ്റെന്നാണ് പറയുന്നത്, അല്ലേ? 1ഉം 4ഉം തെറ്റ്. സ്റ്റേറ്റ്മെന്റ് 1 and 4 ആർ നോട്ട് ട്രൂ. അടുത്ത ദിവസം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ അമൃത് മഹൽ. അമൃത് മഹൽ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അമൃത് മഹൽ കാറ്റൽ ആർ നോൺ ഫോർ ദെയർ എക്സലന്റ് മിൽക്ക് ഈഡ്. തെറ്റ്. അമൃത് മഹൽ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു ഡ്രോഡ് പർപ്പസ് ബ്രീഡാണ്. ശരി ചോദിച്ചുകൊണ്ട് തന്നെ 1 തെറ്റാണെന്ന് മനസ്സിലായി. 1നെ ശരിയാണെന്ന് ഏതെങ്കിലും ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? അതിൻ്റെ മണ്ടയ്ക്ക് വെട്ടുമല്ലേ? വെട്ടും. അപ്പോൾ വെട്ടണ്ടേ? വെട്ടാം. അപ്പോൾ ഇതിലും 1 ശരിയെന്ന് പറയുന്നു. 1, 3, 4 ശരി. കളയാം. ഇനി ദ ബ്രീഡ് ഹാസ് എ വൈറ്റ് ഓർ ഗ്രേ കളർ. അമൃത് മഹലിൻ്റെ കളർ നമുക്ക് ചെറിയ സംശയമുണ്ട്. അവിടെ നിൽക്കട്ടെ, സംശയമില്ല, പക്ഷേ പരീക്ഷ കാലത്തിനൊക്കെ സംശയം വരാൻ സാധ്യതയുണ്ട്.
അമേവൽ കാറ്റിൽ ഹാവ് ലോങ് ഹോൺസ് ദാറ്റ് റിമെയിൻ ഷാർപ്പ് പോയിന്റ്സ്. അത് ശരിയാണ്. അപ്പോൾ 3 ശരിയാണെന്ന് പറയുന്ന പ്രസ്താവന മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിൽ 3 ശരിയാണെന്ന് പറയുന്നു, ഇതിലും 3 ശരിയാണെന്ന് പറയുന്നു. ഐ ഡോണ്ട് ഹാവ് എ ക്ലൂ. അമേവൽ കാറ്റിൽ ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ ഡ്രോട്ട് വർക്ക്. ശരിയാണ്. 4 ശരിയാണെന്ന് പറയുന്നത് തന്നെ എടുക്കണ്ടേ? കണ്ടില്ലേ കുഞ്ഞുങ്ങളെ? സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ ട്രൂ എന്ന് എഴുതിയിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 2, 3 and 4 ആർ ട്രൂ എന്ന് എഴുതിയിരിക്കുന്നു. 4 ശരിയാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇതിൽ 4നെ കുറിച്ച് മെൻഷൻ ചെയ്യാത്ത നമ്മൾ ഡി കട്ട് ചെയ്തു. എ ആയിരിക്കും ഉത്തരം. അപ്പം ഈ പറഞ്ഞ പോയിന്റിൽ നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും കൃത്യമായ ഉത്തരം നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത ദിവസം ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ അപ്പോൾ ദ കാസർഗോഡ് ഡോർഫ് ബീഡ്. കാസർഗോഡ് ഡോർഫുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ദ കാസർഗോഡ് ഡോർഫ് ബീഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഡയറി പ്രൊഡക്ഷൻ. അതല്ല എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റ് തന്നെയാണ്. ഒന്നുള്ളതെല്ലാം എടുക്കാം, ഒന്നില്ലാത്തത് കളയാം. ഇതിൽ ഒന്നില്ലാത്തത് കളഞ്ഞു. ദിസ് ബീഡ് ഈസ് നാരോ ആൻഡ് ഷോർട്ട് ഹെഡ്സ്. ശരിയാണ്, നാരോ ആൻഡ് ഷോർട്ട് ഹെഡ്. അത് ശരിയായത് കൊണ്ട് തന്നെ 2 തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കളയാം. അപ്പം ഇതിൽ 2 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എയും ബി മാത്രമേ ഉള്ളൂ. കാസർഗോഡ് ഡോർഫ് കാറ്റ് ഹാവ് ലോങ് ഹോൺസ് ഇല്ല, ഷോർട്ട് ഹോൺസ് ആണല്ലേ. അപ്പോൾ അത് തെറ്റ് തന്നെയാണ്. 3 തെറ്റാണ് നിർബന്ധമായിട്ട് പറയണ്ടേ. ഇതിൽ 1, 3 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നത് 1, 4 മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കളഞ്ഞു. എ ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ദേ ഹാവ് ഗുഡ് ഫോർ മീറ്റ് ആൻഡ് റോഡ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണല്ലേ. അപ്പോൾ അതും നമുക്ക് പോയി സ്റ്റേറ്റ്മെന്റ്സ് 1 and 3 ആർ നോട്ട് ട്രൂ എന്നുള്ളതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദ ഹല്ലിഗാർ ബീഡ്. ഹല്ലിഗാറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഹല്ലിഗാർ കാറ്റിൽ ആർ നോൺ ഫോർ ദ സ്മാൾ സൈസ് ആൻഡ് ലോ എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ലോ എൻഡുറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻഡുറൻസ് എന്ന് പറയുമ്പോൾ വിശ്വാസയോഗ്യത, അല്ലെങ്കിൽ പറഞ്ഞാൽ കുറേ ദൂരം ജോലി ഒരേപോലെ ചെയ്യാനുള്ള പവർ, അതാണ് എൻഡുറൻസ് കൂടുതലാണ് ഹല്ലിഗാറിന് അല്ലേ. നല്ല റോഡ് വർക്കിനൊക്കെ പറ്റിയ സാധനമാണ്. അപ്പോൾ ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്? 1 തെറ്റാണെന്ന് മനസ്സിലായി. 1 ശരിയാണെന്ന് പറഞ്ഞ് എല്ലാം കളയണം. ഇത് മാത്രമേ ഉള്ളൂ. ഹല്ലിഗാർ കാറ്റിൽ ആർ ഹാർഡി ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഫാസ്റ്റ് റോഡ് ട്രാൻസ്പോർട്ട്. ഹല്ലിഗാർ വെരി ഹാർഡിയാണ്, ഭയങ്കരമായിട്ട് റോഡ് ട്രാൻസ്പോർട്ടിന് സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. 2 ശരിയാണെന്ന് പറയാത്തത് കളയാം. എയും സിയും മാത്രം. ദ ബ്രീഡ് ഹാസ് എ ലോങ് കോൺവെക്സ് ഫോർഹെഡ് വിത്ത് എ ഫറോ ഇൻ ദ മിഡിൽ. ലോങ് കോൺവെക്സ് ഫോർഹെഡ് വിത്ത് എ ഫറോ ഇൻ ദ മിഡിൽ. ലോങ് കോൺവെക്സ് ഫോർഹെഡ് വിത്ത് എ ഫറോ ഇൻ ദ മിഡിൽ ശരിയാണ്. അപ്പോൾ 3 ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രം എടുത്താൽ മതി അല്ലേ. ഇതിൽ 3 ശരിയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. എ ആയിരിക്കും ഉത്തരം. സിമ്പിൾ. ദ ഹല്ലിഗാർ ബീഡ് ഈസ് നോൺ ഫോർ ഹാവിംഗ് തിക്ക് ഷോർട്ട് ഹോൺസ്. അപ്പോൾ തെറ്റല്ലേ? ഓക്കെ, അത് ക്ലിയർ ആയി. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദ കങ്കായം ബ്രീഡ്. കങ്കായം ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കങ്കായം കാവ്സ് ആർ ജനറലി വൈറ്റ് വെൻ ബോൺ. തെറ്റ്. അത് റെഡ് ആയിരിക്കും അല്ലേ. ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. 1 തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ട് 1 ശരിയാണെന്ന് പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നമ്മൾ കട്ട് ചെയ്തു. ദ ബ്രീഡ് ഹാസ് മീഡിയം സൈസ് ആൻഡ് സ്ട്രോങ് ലിംസ്. മീഡിയം സൈസ് ആണോ ലാർജ് സൈസ് ആണോ എന്ന് പരീക്ഷ കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയമുണ്ട്. സ്ട്രോങ് ലിംസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി കങ്കായം കാറ്റിൽ ആർ നോൺ ഫോർ ദർ തിക്ക് സർക്കുലർ ഹോൺസ്. ശരിയാണ്. ട്രൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഇത് ശരിയല്ലേ? 3 ശരിയാണെന്ന് പറയാത്ത ഏതെങ്കിലും സെറ്റ് പ്രസ്താവന ഉണ്ടോ? ഇതിലും 3 ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു, ഇതിലും 3 ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. ദ ബ്രീഡ് ഒറിജിനേറ്റ്സ് ഫ്രം കേരള. അത് തെറ്റായ പ്രസ്താവന തന്നെയാണ് അല്ലേ. കങ്കായം കോയമ്പത്തൂരാണ്. അപ്പോൾ 4 ശരിയാണെന്ന് പറഞ്ഞാൽ അതിനെയും വെട്ടണ്ടേ? അതിനെയും വെട്ടണം. ഈ പ്രസ്താവനയിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയത് ഉത്തരം സി ആയിരിക്കും. മനസ്സിലായ മക്കളെ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ ചിലപ്പോൾ ഒരു പ്രസ്താവന വെച്ച് മാത്രം ഉത്തരം എഴുതിയ ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിൽ ഒറ്റ പ്രസ്താവന കിട്ടിയപ്പോഴത്തേക്ക് ബാക്കി എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് പകുതി ചാൻസ് ഒക്കെ എടുത്ത് പരീക്ഷ എഴുതി പാസ്സായി വന്ന പിള്ളേരുണ്ട് മക്കളെ. ഇനിയുള്ള പരീക്ഷ നല്ല ടൈറ്റ് ആയിരിക്കും. ടൈറ്റ് ആവണമെങ്കിൽ ആ ടൈറ്റ്നെസ്സിനെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ പുതിയ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് വെച്ചൂർ ബീഡ്. വെച്ചൂറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വെച്ചൂർ കാറ്റ് ആർ നോൺ ഫോർ ബീയിങ് എക്സ്ട്രീംലി ലാർജ് ഇൻ സൈസ്. തെറ്റ് തന്നെയല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1 ശരി എന്ന് പറഞ്ഞ പ്രസ്താവനയെല്ലാം നമുക്ക് കളയാം. ഇത് കളയാം. വെച്ചൂർ കാറ്റിൽ ആർ നേറ്റീവ് ടു വൈക്കം കോട്ടയം റീജിയൻ ഓഫ് കേരള. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ താഴെയുള്ള ഓപ്ഷൻസ് 2 ശരിയാണെന്ന് പറയുന്നത് മാത്രം എടുത്താൽ പോരെ. എയിലും 2 ശരിയെന്ന് പറയുന്നു, സിയിലും 2 ശരിയെന്ന് പറയുന്നു. നമുക്കൊന്നും കളയാനില്ല. വെച്ചൂർ കാറ്റിൽ ഹാവ് എ കോമ്പാക്ട് ബോഡി ആൻഡ് സ്മാൾ തിൻ ഹോൺസ്. ശരിയായ പ്രസ്താവനയല്ലേ. അപ്പോൾ താഴെയുള്ള ഓപ്ഷൻസ് 3 ശരിയെന്ന് പറയണ്ടേ? 2ലും 3 ശരിയെന്ന് പറയുന്നുണ്ട്. ഒന്നും കളയാനില്ല. ദ ബ്രീഡ് ഹാസ് എ ഹൈ ഫീഡ് ടു മിൽക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കാസർഗോഡ് ഡോർഫിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതുകൊണ്ട് തന്നെ അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് വെട്ടിക്കളഞ്ഞിട്ട് ഉത്തരം സിയിലേക്ക് എത്താം. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ ചോദ്യങ്ങൾ വരുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യലാണ് നമ്മുടെ വിജയം. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം സഹകാരി പിള്ളേർ ഫസ്റ്റ് റാങ്കിൽ എത്തും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ ഫസ്റ്റ് റാങ്കിലാണോ ഉറപ്പ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഉറപ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ വിളിക്കുക, ബൗൺസ് ബാക്ക് ചെയ്യുക, തിരിച്ച് കുതിച്ച് നീ വീണ്ടും എവിടെ വരിക?
നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വരിക, ഫ്ലോറിലേക്ക് വരിക, ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ 2025 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാമിനേഷനിലെ 1ാം റാങ്ക് നിങ്ങളുടെ കയ്യിരിക്കും. അത് മാത്രമായിരിക്കണം നമ്മുടെ സ്വപ്നം. അതിലേക്ക് ഒരുമിച്ച് ടുഗദർ ഒരു ടീമായിട്ട് നമുക്ക് മുന്നേറാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പവറായിട്ട് നിൽക്കുക, 200% പവറിൽ. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.